السلام عليكم ورحمة الله. الحمد لله الواحد القهار العزيز الجبار مكبر الليل النهار ما شاء الله كان إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه العزيز: أعوذ بالله السميع العليم من الشيطان الرجيم. ولقد آتينا داود وسليمان علما وقال الحمد لله الذي فضلنا على كثير من عباده المؤمنين. സ്നേഹമുള്ള സഹോദരിമാരെ, കഴിവുകൾ മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകുമോ? അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. മനുഷ്യന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അത് എണ്ണിയാൽ ഒതുങ്ങുകയില്ല. വൈൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. മനോഹരമായ നിങ്ങളുടെ കണ്ണ്, അത് നിങ്ങളുടെ ബാപ്പയോ ഉമ്മയോ നിങ്ങൾക്ക് സമ്മാനിച്ചതല്ല. ആ കണ്ണില്ലാതെ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ, അപ്പോഴറിയാം നിങ്ങളുടെ ഗർവം എത്രത്തോളം കുറയുമെന്ന്. അപ്പോൾ കണ്ണാകുന്ന അനുഗ്രഹം, കഴിവ് നിങ്ങൾക്ക് നൽകിയപ്പോൾ ആ കണ്ണാകുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങൾ ദുഷ്ടരാവുകയാണോ അതോ നല്ലവരാവുകയാണോ ചെയ്തത്? പരിശോധിക്കുക. ചെവി കേൾക്കാതിരിക്കുക എന്നത് ഏറ്റവും വലിയൊരു പ്രയാസമുള്ള കാര്യമാണ്. അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു കഴിവാണ് ചെവി കേൾക്കുക എന്നത്. പക്ഷേ അത് ആ കേൾക്കുന്ന ചെവി കൊണ്ട് നിങ്ങളും ഞാനും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യങ്ങളല്ല, വെറും തോന്നിവാസം നിറഞ്ഞ പാട്ടുകളാണ്. രാത്രിയിൽ കിടക്കുമ്പോൾ വരെ ചെവിയിൽ തോന്നിവാസ പാട്ടുകൾ വെച്ച് കിടക്കുന്ന മനുഷ്യരെ നാം മുസ്ലിങ്ങളെന്നാണോ വിളിക്കേണ്ടത് അതോ അള്ളാഹുവിൻ്റെ നികൃഷ്ടദാസന്മാരെന്നാണ്? നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിക്കുക, നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ വേണ്ടും വിധം ഉപയോഗിക്കുകയാണോ ചെയ്തത് അതോ നന്ദികേടിലൂടെയാണോ അതിനെ കണ്ടിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക. സൗന്ദര്യം വലിയൊരു അനുഗ്രഹമാണ്. പക്ഷെ സൗന്ദര്യം ഇല്ലാത്ത ആളുകളെക്കാളും അപകടം പിടിച്ച മനുഷ്യർ സൗന്ദര്യമുള്ളവരാണ്. ഒരല്പം സൗന്ദര്യമുണ്ടായിപ്പോയാൽ ആ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അവരെ കൊണ്ടുണ്ടാകുന്ന ഇടങ്ങറ്, അവരെ കൊണ്ടുണ്ടാകുന്ന പ്രയാസം, അവരെ കൊണ്ട് ഈ സമൂഹം അനുഭവിക്കുന്ന തീഷ്ണമായ ബുദ്ധിമുട്ടുകൾ അതൊരു സൗന്ദര്യം ഇല്ലാത്ത ആളിൽ നിന്നുണ്ടാവുന്നില്ല. സൗന്ദര്യം എന്ന് പറയുന്നൊരു കഴിവോ അനുഗ്രഹമോ അള്ളാഹു കൊടുക്കുമ്പോൾ അതിനെ നാം മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആണായിരുന്നാലും പെണ്ണായിരുന്നാലും. അതുകൊണ്ട് കഴിവുകൾ മനുഷ്യനെ നശിപ്പിക്കുമോ? ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞ നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ യാതൊരാളുടെയും പ്രവർത്തന ഫലമായി ഉണ്ടായതല്ല, ആണോ? അല്ല. നിങ്ങളുടെ കണ്ണൊന്ന് പൂച്ചക്കണ്ണായി, നിങ്ങളോടെയും പരാതി കൊടുത്തിട്ടോ പെറ്റീഷൻ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അപേക്ഷ കൊടുത്തിട്ടോ ആയതാണ് പൂച്ചക്കണ്ണ്. ലേശം പൂച്ചക്കണ്ണുണ്ടായാൽ മതി, ഒരു ലേശം കണ്ണൊന്ന് ചോന്നാൽ മതി, അപ്പോഴേക്കും അഹങ്കാരം മൂത്ത്. ഓളെ വാപ്പുണ്ടായി കൊടുത്തത് പോലും അല്ല, ഓളമ്മ ഉണ്ടായി കൊടുത്തു അല്ല അത്. അപ്പോൾ പടച്ച തമ്പുരാൻ ചെറിയൊരു അനുഗ്രഹം കൊടുക്കുമ്പോഴേക്കും അത് വെച്ച് പരമാവധി അപകടങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നതാണ് നമ്മളുടെ സ്വഭാവം കേട്ടോ. നമുക്ക് ഈ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം, ഖുർആൻ ഉദ്ദേശിച്ചതും ഇസ്ലാം ഉദ്ദേശിച്ചതും ഏറ്റവും വലിയ അനുഗ്രഹം വിജ്ഞാനമാണ്, അറിവ്. വിജ്ഞാനം, സമ്പത്ത്, സ്വാധീനം, അധികാരം, ഇതൊക്കെ കഴിവുകളാണ്. ഈ കഴിവുകളെല്ലാം കൂടി ഒരാൾക്ക് ഒത്തുകൂടിയത് നമുക്കിവിടെ കാണാൻ കഴിയില്ല. അറിവുള്ള ആൾക്ക് സ്വാധീനമില്ല, സ്വാധീനമുള്ള ആൾക്ക് സമ്പത്തില്ല, സമ്പത്തുള്ള ആൾക്ക് മറ്റ് വിജ്ഞാനങ്ങളില്ല. സമ്പത്ത് കൊടുത്തത് ചിലർക്ക് പൈസ കൊടുക്കും പക്ഷേ അറിവ് കൊടുക്കൂല, ചിലർക്ക് അറിവ് കൊടുക്കും പൈസ കൊടുക്കൂല. എല്ലാം കൂടി ഒന്നിച്ച് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും ഒരാൾ? നിങ്ങൾക്ക് ഇതെല്ലാം കൂടി കിട്ടി, സമ്പത്ത്, അറിവ്, കഴിവുകൾ, സൗന്ദര്യം, ഭയങ്കര വീട്, ഭയങ്കരമായ വാഹനങ്ങൾ, നിങ്ങളുടെ കൽപ്പനകൾ അംഗീകരിക്കാനും കേൾക്കാനും ഒരുപാട് ആളുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ ഒരൊറ്റാളെ തന്നെ കിട്ടിയ ആ ആളെ വിളിക്കുന്ന പേര് ഇവിടെ വാ ഉക്കറേന്നാ, ഒരൗക്കറിനെ കിട്ടിയിട്ടുള്ളൂ. ആകെ
അങ്ങനത്തെ 10,000 മൗക്കർമാരെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഒരുത്തനും നിർത്തൂല. കാരണം കഴിവുകൾ കൂടുമ്പോൾ, സ്വാധീനം കൂടുമ്പോൾ, പണം കൂടുമ്പോൾ നമ്മൾ മോശമായി തീരുകയാണോ വേണ്ടത്? അതല്ല, മറ്റേതെങ്കിലും തരത്തിൽ നാം നന്നാവേണ്ടതുണ്ടോ എന്നാണ് നാം ആദ്യമായി പരിശോധിക്കുന്നത്. ഇപ്പം നമുക്ക് ഖുർആനിൽ അല്ലാഹു ചില കഥകൾ പഠിപ്പിക്കുന്നുണ്ട്. ആ കഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്നത്. ഒരു കഥ, അതായത് യമൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് സദ്വൃത്തനായ ധർമ്മിഷ്ഠനായ ഒരു സമ്പന്നനുണ്ടായിരുന്നു യമനിൽ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ? അദ്ദേഹത്തിൻ്റെ സൽക്കർമ്മ നിരത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് വലിയ ഫലഭൂയിഷ്ടമായ ഒരുപാട് കൃഷിഭൂമിയുണ്ട്. അവിടെ ഒരുപാട് എസ്റ്റേറ്റിൽ ഒരുപാട് ഫലങ്ങൾ ഉണ്ടാവും. ഒരുപാട് ഫലങ്ങൾ, വ്യത്യസ്തമായ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തോട്ടമാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ആ തോട്ടത്തിൽ ഫലം മൂത്ത് പറിക്കാൻ സമയമായാൽ ഉടനെ അദ്ദേഹം എല്ലാ പാവങ്ങളെ അറിയിക്കും. എന്നിട്ട് ഈ പറിച്ചെടുത്തതിന് ഒരു ഭാഗം അദ്ദേഹം സാധുക്ക് കൊടുക്കും, ബാക്കി അദ്ദേഹം വിൽക്കുകയും പിന്നെ അടുത്ത വർഷം കൃഷി ചെയ്യാനുള്ള വിത്ത് മാറ്റിവെക്കുകയും കുടുംബം ജീവിക്കുകയും ചെയ്യും. വലിയ ധർമ്മിഷ്ഠൻ. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അദ്ദേഹം ഉപയോഗിച്ചത് അങ്ങനെയായിരുന്നു. അങ്ങനെ വലിയൊരു യമനിലൊരു ഭയങ്കര പണക്കാരനാണ്. ആ മനുഷ്യൻ പിന്നെ എല്ലാം ഇദ്ദേഹത്തിന് കൊടുക്കും, ആളുകൾക്ക് കൊടുക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾ രംഗത്ത് വന്നു, അതേ പണമുള്ള ആളുകൾ അല്ലേ. അങ്ങനെ മക്കൾ വന്നപ്പം അവരെന്ത് ചെയ്തു വെച്ചാൽ, അവർ ഈ ബാപ്പ കൊടുത്തുകൊണ്ടിരുന്ന പാവങ്ങൾക്ക് കൊടുത്തിരുന്ന വിഹിതം ഉണ്ടല്ലോ, അത് കൊടുക്കണ്ടാന്ന് അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ചിലവരുണ്ട് ബാപ്പാരൊക്കെ ഇങ്ങനെ കൊടുത്ത്, ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ ശീലിച്ച് വരുന്ന ചില ആൾക്കാർ പലതും കൊടുത്തിട്ട് അവരുടെ മരണശേഷം പിന്നെ ആ രംഗം മക്കൾ അത് കൈകാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതവർ കൊടുക്കാറില്ല അല്ലേ. ചിലർ കൊടുക്കും, ചിലർ കൊടുക്കൂല. ഇവിടെ ഖുർആൻ പറയാൻ പോകുന്ന കഥയിൽ അള്ളാഹു പറഞ്ഞത് കൊടുക്കാത്ത മക്കളെ. അങ്ങനെ അവരെന്ത് ചെയ്തു അറിയോ? ആരും കാണാതെ, ആരും അറിയാതെ, ഒരൊറ്റ പാവങ്ങളും അറിയാണ്ട് അന്തിപ്പാതിരാക്ക് വന്നിട്ട് ഫലമൊക്കെ പറിച്ചെടുത്താൽ നേരം വെളുക്കുമ്പോൾ പാവപ്പെട്ടവർ വന്ന് നോക്കുമ്പോൾ ഒരൊറ്റ ഫലം അവിടെ കാണൂല. അതായിരുന്നു അവരുടെ തീരുമാനം. ആ തീരുമാനമെടുത്ത ആളുകളെ ഖുർആൻ വിലയിരുത്തുന്നു. പഠിച്ചോളൂ. ഇന്നാ ബലൗനാഹും കമാ ബലൗനാ സഹാബൽ ജന്നത്തി ഇത് അഖ്സമൂ ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ. നാം തോട്ടക്കാരെ പരീക്ഷിച്ചു. തോട്ടക്കാരെ പാരാത്തോട്ടം എന്നൊക്കെ മുമ്പ് പറഞ്ഞുകൊണ്ട് മനസ്സിലായി. ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന ഇത് അഖ്സമൂ ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ. നേരം വെളുക്കുമ്പോൾ നമുക്ക് പോയിട്ട് ഫലമൊക്കെ പറിച്ചെടുക്കാമെന്ന് അവർ സത്യം ചെയ്തു പറഞ്ഞു. ഇത് അഖ്സമൂ, അവർ സത്യം ചെയ്തു പറഞ്ഞു. നമുക്ക് രാവിലെ പോയിട്ട് വലാ യസ്തസ്നൂൻ, വിട്ടു പറഞ്ഞതും കൂടിയില്ല. വിട്ടു പറഞ്ഞതും കൂടില്ല പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ കാര്യം പറയുമ്പോൾ നാളെ രാവിലെ പറിക്കാന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാ എന്ന് പറയും. അങ്ങനെ വിട്ടു പറയും കൂടി ചെയ്യാതെ നമുക്ക് നാളെ തീർച്ചയായിട്ടും സത്യമായിട്ടും അതങ്ങ് പോയി പറിച്ചെടുക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് പടച്ചോൻ്റെ ഒരു തീരുമാനം. ഏത്? അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ ആ അനുഗ്രഹങ്ങൾക്ക് ധിക്കാര മനോഭാവം കാണിക്കാൻ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ പടച്ച തമ്പുരാൻ ചില ഐഡിയകൾ ഉപയോഗിക്കും. അള്ളാഹു എന്ത് ചെയ്തു? ഫതാഫ അലൈഹാ ത്വായിഫും മിർ റബ്ബിക വഹും നായിമൂൻ. പടച്ച തമ്പുരാൻ അവരുറങ്ങുമ്പോൾ, നേരം വെളുക്കുമ്പോഴല്ലേ പറിക്കുള്ളൂ, അവരുറങ്ങുമ്പോൾ പടച്ച തമ്പുരാൻ അവരുടെ നേരെ അതിശക്തമായൊരു ശിക്ഷ ആ തോട്ടത്തിന് നേരെ അള്ളാഹു ബാധിപ്പിച്ചു. വഹും നായിമൂൻ, അവരുറങ്ങുമ്പോൾ. ഫഅസ്ബഹത് കസ്സരീം, അങ്ങനെ അത് മുറിച്ചെടുത്തതുപോലെയായി. അങ്ങനൊരു കായ് പോലും അതിന്മേലില്ലാത്ത വിധമാക്കി കളഞ്ഞു. അതാ പടച്ചവനോട് കളിക്കുമ്പോൾ ഉണ്ടാകുന്നത് അതാ. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കി, ആളുകൾ മുഴുവനും പേടിയില്ല ഇപ്പോൾ അല്ലേ. എന്താ പേടി? ഒരു തുള്ളി വെള്ളമില്ല, മഴയില്ല, വലിയ പ്രയാസത്തിലാണ്, കറണ്ടില്ല, ഇനി ഒരുപാട് പ്രയാസങ്ങൾ വരാൻ പോകുന്നുണ്ട്. ഇപ്പോഴുള്ള എല്ലാ സാധനങ്ങളും ഗ്രൈൻഡറും വാഷിംഗ് മെഷീനും ഒക്കെ അട്ടത്ത് കയറ്റേണ്ടി വരും. ഒരു സാധനം പോലും ഉപയോഗിക്കില്ല. ഒരൊറ്റ ലൈറ്റ്, ഈ ലൈറ്റൊന്നും ഇനി കത്തിക്കേണ്ടി വരില്ല, ഇവനൊന്നും ഇനി പണി ഉണ്ടാവില്ല, ഇത് പിടിക്കാനൊന്നും ഓന് വേണ്ടിയല്ല. പടച്ച തമ്പുരാൻ ചെറിയ പണിയെടുക്കുള്ളൂ, ഒന്നായിട്ട് തകർന്നു പോവും. മനുഷ്യൻ്റെ എല്ലാ വമ്പത്തരുപ്പം നിൽക്കുന്നത് കറണ്ടിൻ്റെ മുകളിലാണ്. ആ കറണ്ട് അങ്ങോട്ട് തീർന്നാൽ നമ്മളെ വലുപ്പം തീർന്ന് അല്ലേ, തീർന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒന്നായിട്ട് ഒരു കറണ്ടൊക്കെ അങ്ങ് പോയിട്ട് ഒരു ചെറിയ അരണ്ട വെളിച്ചത്തിൽ നിങ്ങൾ ഇനി ജീവിക്കേണ്ട അവസ്ഥ വന്നാൽ നിങ്ങൾ എങ്ങനെ ഉണ്ടാവും? അതിന് അള്ളാഹ്ക്ക് വല്ല പണിയുണ്ടോ?
അള്ളാഹ്ക്ക് ഒരു പണിയുമില്ല എന്ന് അള്ളാഹു ഇപ്പൊ തീരുമാനിക്കുന്നുണ്ട്. ഇപ്പൊ തീരുമാനിച്ചാൽ പോരെ? ആളുകൾ മുഴുവൻ ഇപ്പൊ ചാനൽ മുഴുവൻ മഴക്കെടുതി, മഴ ചതിച്ചു, മഴയെ ചതിച്ചു, മനസ്സിലല്ലേ? മഴ ചതിച്ചു കേട്ടോ. പടച്ച തമ്പുരാന്റെ അനുഗ്രഹം നമുക്ക് കുറയുമ്പോൾ അത് നമ്മെ ചതിച്ചതാണെന്നുള്ള ബോധമാണ് നമുക്കുണ്ടാവുന്നത്. പക്ഷേ ഖുർആൻ പറയുന്നു, നാളെ നേരം വെളുക്കുമ്പോൾ ഫലവർഗ്ഗങ്ങൾ പറിച്ചെടുക്കാമെന്ന് തീരുമാനിച്ച അവരുടെ കൃഷിയിടത്തിൽ അല്ലാഹു ഫഅസ്ബഹത കസ്സരീം, നേരം പുലരുമ്പോൾ തന്നെ അത് മുറിച്ചെടുത്തതുപോലെയായി. അങ്ങനെ ആക്കിക്കളഞ്ഞു. ഫതനാദൗ മുസ്ബിഹീൻ, ഒന്നും അറിയാത്തവർ നേരം വെളുക്കുമ്പോ തനാദൗ വിളിച്ചു പറഞ്ഞു, അല്ല അനിഗ്ദു അലാ ഹർസിക്കും ഇൻ കുൻതും സാരിമീൻ, നിങ്ങൾ പഴം പറിച്ചെടുക്കാൻ പോരുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ പോന്നോളൂട്ടോ, എല്ലാവരും വരിട്ടോ എന്ന് പരസ്പരം വളരെ അറ്റാരും കേൾക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഫൻതലഖൂഹും യതഖാഫതൂൻ, വളരെ മറച്ചു വെച്ചുകൊണ്ട് ആരെയും കാണിക്കാതെ ചവിട്ടടി ശബ്ദം പോലും കേൾക്കാത്ത വിധം അവർ രാത്രിയിൽ ആ കൃഷിയിടത്തിലേക്ക് പോയി. അപ്പോഴാണ് അവർ പറയാണ്, അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ. പോകുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വർത്താനതാ, ഇന്നിപ്പോൾ ഒറ്റ സാധുക്കളും അറിയില്ല. നേരം വെളുക്കുമ്പോൾ നമുക്ക് ഓല് വന്ന് അന്തം വിടണം. ഓല് പറയാ അങ്ങനെ ആ മിസ്കീന്മാരാരും അറിയില്ല, ഓൽക്കാരും ഇനി പ്രവേശിക്കേണ്ടി വരില്ല അവിടെ. നമ്മളിപ്പോൾ രാത്രി പോയി പറിക്കുന്ന പോലെ അറിയില്ലോ, രാവിലെ തന്നെ ഓല് വന്ന് ഇടങ്ങറാവട്ടെ. ഇതൊക്കെ വലിയ വീമ്പ് ഇറക്കിയാ പോണത്. അപ്പോഴോ അലാ ഹർദിൻ ഖാദിരീൻ, അങ്ങനെ അവർ ചെന്ന് നോക്കുമ്പോൾ അവരാകെ പ്രയാസത്തിലായി. അവരിതിനൊക്കെ കഴിവുള്ളവരാണെന്ന് വിചാരിച്ചിട്ടാ പോയത്. ഫലമ്മാ റഔഹാ, ആ തോട്ടം കണ്ടപ്പോൾ ഖാലൂ ഇന്നാ ലളാലൂൻ, ഞമ്മക്ക് തോട്ടം തെറ്റിപ്പോയോ, ഇത് ഞമ്മളതല്ലേ, ഇന്നലെ വരെ പൂത്തുല്ലസിച്ച് നിന്ന കായ്കനികൾ നിറഞ്ഞ ഈ തോട്ടം ഞങ്ങളുടല്ലേ, നമുക്ക് തെറ്റിപ്പോയോ എന്നവർ ചോദിക്കുന്നു. ബൽ നഹ്നു മഹ്റൂമൂൻ, പക്ഷേ അവർക്കെല്ലാം നഷ്ടപ്പെട്ടതാണ്, അവരറിഞ്ഞില്ല. ഒന്നായിട്ട് അല്ലാഹു ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ, ഒരൊറ്റ രാത്രി കൊണ്ട്, ഒരൊറ്റ കാറ്റടിച്ചാൽ പോലെ എന്തെല്ലാം കൃഷികൾ. ഇപ്പൊ നിങ്ങൾ വല്ലാണ്ട് അങ്ങനെ നകളിച്ച് നടക്കുന്ന സമയത്ത് നിങ്ങളെ നകളിപ്പ് നിർത്താൻ അള്ളാഹു എന്ത് ചെയ്താൽ മതി? ഒന്ന് പടം അറിഞ്ഞാൽ മതി. പിന്നെ അങ്ങനെ ഉണ്ടാവും. പിന്നെ കണ്ണാടിയിലൊക്കെ ചെറിയ ഒന്ന് എങ്ങനെയെങ്കിൽ ഈ കാലിൻ്റെ ഇത് വേദന മാത്രം, പഠിച്ചോനെ എന്താണ് 3-4 മാസമായി കൊണ്ട് നടക്കണം, അങ്ങനല്ല പറയാ അല്ലേ? അതിൻ്റെ മുമ്പ് ഇങ്ങനെ നടക്കണേന് അള്ള തന്ന് പണി, ഒരൊറ്റ പണി. അള്ളാഹ്ക്ക് സിമ്പിളാ പരിപാടി. അപ്പം നിങ്ങൾ പറയും അത് ഐഹിയിൽ ചെരുപ്പ് ഒട്ടിയപ്പോൾ തിരിഞ്ഞു പോയതാണ്. അല്ല, അത് പടച്ച തമ്പുരാൻ്റെ തീരുമാനമാണ്. അതൊക്കെ പടച്ചോൻ്റെ ജുനൂദുള്ളതാണ്, അള്ളാഹിൻ്റെ മിലിറ്ററിയാണ്. അള്ളാഹിൻ്റെ മിലിറ്ററിയാണ് മഴ ഇല്ലാതിരിക്കൽ, മഴ പെയ്യൽ അള്ളാഹിൻ്റെ മിലിറ്ററിയാണ്. മനസ്സിലായോ? മഞ്ഞുണ്ടാവൽ അള്ളാഹിൻ്റെ മിലിറ്ററിയാണ്, കാറ്റുണ്ടാവൽ അള്ളാഹിൻ്റെ മിലിറ്ററിയാണ്. എല്ലാ മിന്നലും ഇടിയും ഒക്കെ പടച്ച തമ്പുരാൻ്റെ മിലിറ്ററിയാണ്. അള്ളാഹു മനുഷ്യന്മാരെ ആക്രമിക്കുക അങ്ങനെ, അല്ലാണ്ട് അള്ളാഹ് നേരിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഷൂട്ട് ചെയ്യലല്ല. ഷൂട്ട് ചെയ്യുന്നതിന് അള്ളാഹ്ക്ക് ഒരുപാട് സൈന്യങ്ങളുണ്ട്. അതിൽപ്പെട്ട സൈന്യമാണ് രോഗം, അതിൽപ്പെട്ടാണ് കാല് വടമറിയൽ, അതൊരു സൈന്യമാണ് കേട്ടോ. രാത്രി കിടക്കുമ്പോൾ ഒന്നുമില്ല അല്ലേ, നേരം വെളുത്ത് നോക്കുമ്പോൾ ഒരു ഭാഗം കുഴഞ്ഞു. നിങ്ങളെന്ത് പറയും? രോഗത്തിന് എന്താ പറയുക? എന്താണ് പാരാലിസിസോ? എന്ത് സാധനമാണ് നിങ്ങൾ പറഞ്ഞാലും ശരി, അതൊന്നൊരു വിഷയമല്ല. പേരൊക്കെ വെക്കാൻ നമ്മൾ മിടുക്കന്മാരാ, എല്ലാത്തിനും പേര് വെക്കും നമ്മൾ, സകല കാര്യത്തിൽ പേര് വെക്കും അല്ലേ? അതെങ്ങനെ ഉണ്ടായി? അപ്പം നമ്മൾ കുറച്ച് പടച്ച തമ്പുരാനെതിരിൽ കളിക്കാൻ തുടങ്ങിയാൽ പടച്ച തമ്പുരാൻ എന്ത് ചെയ്യും? ഇതുപോലെ തോട്ടക്കാരെ ഇതുപോലെ പരീക്ഷിക്കും. അപ്പം അവർ പറഞ്ഞു എന്ത്? നമ്മളെല്ലാം നഷ്ടപ്പെട്ടവരാണ്. അപ്പം അവരിൽ മൂത്തൊരാളുണ്ട്. കാല ഔസത്തുഹും, മൂത്തവൻ പറഞ്ഞു, ഒരല്പം വിവരമുള്ളതുണ്ട് ആ കൂട്ടത്തിൽ, മക്കളെ കൂട്ടത്തിൽ ഒരാളുണ്ട്. അയാൾ പറഞ്ഞു, അലം അകുല്ലക്കും ലൗലാ തുസബ്ബിഹൂൻ, പടച്ച തമ്പുരാൻ നിങ്ങൾക്കിത് തരുമ്പോൾ അള്ളാഹിനെ വാഴ്ത്തണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ? പടച്ച തമ്പുരാൻ്റെ അനുഗ്രഹത്തിന് നേരെ പുറംതിരിഞ്ഞ് തുപ്പരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇത് തോട്ടം നമ്മളുടെ തന്നെയാണ്, അതുകൊണ്ട് ഇന്നാ കുന്നാ ളാലിമീൻ, നമ്മൾ അനുഗ്രഹം കിട്ടിയപ്പോൾ നമ്മൾ അക്രമിയായി മാറുകയാണ് ചെയ്തത്. അങ്ങനെ അനുഗ്രഹം കിട്ടിയപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ വിനയാതിരായ ദാസന്മാരായി മാറാൻ ശ്രമിക്കുന്നതിന് പകരം എന്തനുഗ്രഹം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ലേശ അഹങ്കാരം കൂടൂലേ? ഒരു പുതിയ പർദ്ദ വാങ്ങിയിട്ടാൽ മതി, ഒരു കറുപ്പ് തുണിയാണ്, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല.
അത് നിങ്ങളെ മേത്തിട്ട് ഞങ്ങളൊന്ന് വെറുതെ നടന്നു. ഒരു ചുരിദാർ പുതിയ വാങ്ങിയാൽ ഒന്ന് പുറത്തിറങ്ങൂലേ? വെറുതെ എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ പോകുമ്പോൾ ഇതൊന്ന് ഇട്ടിട്ട് പോകാൻ അല്ലെങ്കിൽ രണ്ടാൾ കാണാൻ വേറൊന്നല്ല, ഒരു കാര്യപ്പൈമില്ല. ഒരു പുതിയ ചുരിദാർ വാങ്ങിയാൽ പോലും ആ വാങ്ങിയ സാധനം ആരെങ്കിലും ഒരാൾ കാണണം, അല്ലേ? അങ്ങനല്ലേ? ഒരു ചെരുപ്പ് വാങ്ങിയാൽ അതിട്ടിട്ട് വെറുതെ അടുത്ത വരലേക്കൊന്ന് കയറും. എന്തേ പോകുന്ന ഒന്നുമില്ല, വെറുതെ പോകുന്നതാ. അപ്പോൾ കട്ടക് 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 അതിൻ്റെ ഒച്ചയൊക്കെയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇന്നലെ വാങ്ങിയ ചെരുപ്പല്ലേ? ഇന്നലെ മൂപ്പർക്ക് എനിക്ക് ചെരുപ്പില്ല, ഞാൻ എപ്പോഴും ചെരുപ്പ് കൊണ്ടുവരും, വല്ലാണ്ട് ചെരുപ്പ് കൊണ്ടുവന്നാളും. അതായത് നിങ്ങളെ വർത്തമാനം എനിക്ക് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടല്ല, അപ്പോൾ ഈ സന്ദർഭത്തിൽ അത് ഉപയോഗിക്കുന്നത് ഞാൻ ശരിയല്ലാത്തതുകൊണ്ട് ഒഴിവാക്കുകയാണ് കേട്ടോ. കൃത്യമായി നിങ്ങൾ എങ്ങനെയൊക്കെ പറയും, എന്തെങ്കിലും ഒരു അനുഗ്രഹം ഉണ്ടാകാനായി, എന്തെങ്കിലും അനുഗ്രഹം അപ്പോഴേക്കും നിഗളിക്കൂലേ? അപ്പം അങ്ങനെ നിഗളിക്കുന്നതിന് പകരം മൂത്തോപ്പം എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എന്ത് ചെയ്യാമായിരുന്നില്ല എന്നാ പറഞ്ഞത്? നമുക്ക് അലം അകുല്ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ, ലൗലാ തുസബ്ബിഹൂൻ, പടച്ച തമ്പുരാനെ തസ്ബീഹ് ചെയ്യാൻ, അല്ലേ? ചെയ്ത അനുഗ്രഹത്തിന് ഈ ഒരു ചെരുപ്പ് വാങ്ങിയപ്പോൾ നമുക്ക് ആ ചെരുപ്പ് നൽകിയ റബ്ബിനെ ഒന്ന് തസ്ബീഹ് ചെയ്യാൻ, ഈ സൗന്ദര്യം റബ്ബ് നൽകിയതിന് തസ്ബീഹ് ചെയ്യാൻ, ഈ ആരോഗ്യം നൽകിയതിന് തസ്ബീഹ് ചെയ്യാൻ, ഈ വളരെ നല്ല പെരുമാറ്റമുള്ള ഭർത്താവിനെ കിട്ടിയതിന് അള്ളാഹിന് തസ്ബീഹ് ചെയ്യാൻ, നല്ല ഉപ്പാനെ കിട്ടിയതിന് തസ്ബീഹ് ചെയ്യാൻ, നല്ല ഏട്ടത്തിയെ കിട്ടിയതിന് തസ്ബീഹ് ചെയ്യാൻ, നല്ല കുടുംബ ബന്ധം ചേർക്കാൻ കഴിഞ്ഞതിൽ തസ്ബീഹ് ചെയ്യാൻ ഒന്നും നമ്മൾ തയ്യാറാവില്ല. നമ്മൾ അതിന് പകരമൊക്കെ വിപരീത ദശല. ഇതൊക്കെ അനുഗ്രഹങ്ങളാണ്, അള്ളാഹു നമുക്ക് തരുന്ന കഴിവുകളാണ്. ഞാനിപ്പോൾ കഴിവിൻ്റെ സമ്പത്ത് മാത്രം അപ്പം പറഞ്ഞ്, കഴിവ് സമ്പത്ത് മാത്രമല്ല, അതിൻ്റെ ഒരു കഥ നിങ്ങളുടെ മുമ്പിൽ വെച്ചതാണ്. നമുക്ക് നോക്കാം, ആ കഥ തുടരട്ടെ. അങ്ങനെ അവർ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കാൻ തുടങ്ങി. നിങ്ങൾ പറഞ്ഞില്ലേനോ അങ്ങനെ പറിച്ചെടുക്കാൻ ഓൾക്ക് കൊടുക്കണ്ട, ഇവർക്ക് കൊടുക്കണ്ട, പാവങ്ങളെ വീതം കൊടുക്കണ്ട, നിങ്ങളൊക്കെ പറഞ്ഞില്ലേനോ? ഇപ്പം ഇന്നെ മാത്രം കുറ്റം പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് കൂടി കുറ്റം പറഞ്ഞു തുടങ്ങി. എൻ്റെ പണിയാണ് തോന്നി, അങ്ങനെ പറയില്ല നിങ്ങൾ? എല്ലാം കൂടി ചെയ്ത് എൻ്റെ അപകടത്തിൽപ്പെട്ട എന്തായാലും പരസ്പരം അത് നിങ്ങളൊക്കെ പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെ ചെയ്തത്, മനല്ലാ മനസ്സോടെ ഞാൻ പറഞ്ഞത്. അപ്പം എന്നാ മനമില്ലാത്ത മനസ്സുണ്ടാവും, എനിക്ക് ആദ്യം പറഞ്ഞുകൂടെയോ? അതിനെങ്ങനാ പറയുക? നിങ്ങളൊക്കെ മോന്തരം കണ്ടാ പറയാൻ തോന്നൂല, അതുകൊണ്ട് പറയാണ്ടെന്നത്. അങ്ങനെ ചുരുക്കത്തിൽ ഓരോന്നും ന്യായീകരണം പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തലാവും മുൻ പരസ്പരം ആക്ഷേപിക്കാൻ തുടങ്ങി. അപ്പോഴോ എന്തായിരുന്നാലും അവരൊരു തീരുമാനത്തിലെത്തി. ഈ കഴിവെല്ലാം നൽകിയ റബ്ബിനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ദുസ്വഭാവമാണ്, നശിച്ച സ്വഭാവമാണ് നമ്മൾ പ്രവർത്തിച്ചത് എന്നവർ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിഞ്ഞിടത്താണ് പ്രശ്നം. അവർ തിരിച്ചറിഞ്ഞു എന്നാണ് ഖുർആൻ പറയുന്നത്. യാ വൈലനാ ഇന്നാ കുന്നാ താഗീൻ, നാശം, കഷ്ടം. യാ വൈലനാ, ഞങ്ങളുടെ നാശം, നമ്മളുടെ നാശം തുടങ്ങി. ഈ കഴിവ് തന്ന റബ്ബിനോട് നീതി കാണിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾക്ക് നാശം വന്നു. ഇന്നാ കുന്നാ താഗീൻ, ഞങ്ങൾ ധിക്കാരികളായിപ്പോയി. തിരിഞ്ഞല്ലോ, ധിക്കാരികളായോ ഇല്ലേ എന്ന് അറിയലാണ് ഏറ്റവും വലിയ. ഒരാൾക്കൊരു തെറ്റ് പറ്റിയാൽ ആ തെറ്ററിയലാണ് ഏറ്റവും വലിയ ഗുണം. മനസ്സിലല്ലേ? അത് നിങ്ങൾക്കറിയോ? നിങ്ങൾ ആ തെറ്ററിഞ്ഞാലുള്ള ഗുണം എന്താ അറിയോ? അള്ളാഹിൻ്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ സല്ലത അലൈക്കും ദില്ല, പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് നിന്യത അധികാരപ്പെടുത്തും. എപ്പോഴും നിന്യത ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതെന്തിനാ? നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് തിരിച്ചു വരും വരെ. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് തിരിച്ചു വരും വരെ അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം തന്നതിൻ്റെ മുകളിൽ നിന്യത വെച്ച് കിട്ടും. ഒരുപാട് നിന്യത, ഒരുപാട് പ്രയാസങ്ങൾ. അനുഗ്രഹമുണ്ട് ഒരു ഭാഗത്ത്, പക്ഷെ അതിൻ്റെ പുറമെ അതിനേക്കാൾ ഉപരി നിന്യത വരും. ഇപ്പം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളില്ലേ? ഉണ്ട്. ആ അനുഗ്രഹങ്ങളോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരുപാട് നിന്യതകളുമില്ലേ? ഒരുപാട് പ്രയാസങ്ങളില്ലേ? ഒരുപാട് ബുദ്ധിമുട്ടുകളില്ലേ? എന്തിനാണ് നിങ്ങൾക്ക് അള്ളാഹു ആ അനുഗ്രഹത്തോടൊപ്പം ഈ ഒരു നിന്യത തന്നത്? കഴിവൊരു ഭാഗത്ത് തന്നു, എന്നിട്ട് ഇപ്പുറത്ത് അള്ളാഹു അതിൻ്റെ കട്ടി കറക്കാക്കി വെച്ചു. എന്തിനാ അറിയോ? നിങ്ങൾ ദീനിന്ന് പുറത്തു പോകുന്നുണ്ട് കേട്ടോ. ദീനിന്ന് പുറത്തു പോകുമ്പോൾ തിരിച്ചു വരാനുള്ളൊരു ആയുധമാണ് പടച്ചതമ്പുരാൻ്റെ കഴിവുകൾ തരും അള്ളാഹു. എല്ലാ കഴിവും പലർക്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വിഷയത്തിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ധനം മാത്രമല്ലല്ലോ, ധനം അതിൻ്റെ ഒരു അംശം മാത്രമാണ്, അല്ലേ? എന്നാൽ ഈ എല്ലാ കഴിവും കൊടുത്ത ഒരാളെ വിശുദ്ധ ഖുർആൻ അള്ളാഹു പരിചയപ്പെടുന്നുണ്ട്. നമുക്ക് നോക്കാം. അതാണ് ഒരു കഥ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. ആ കഥ നിങ്ങൾ പഠിക്കുക, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അവർക്ക് തെറ്റുപറ്റിപ്പോയെന്ന് അവർ സമ്മതിച്ചു.
ആ തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കുന്നിടത്തുനിന്നാണ് നമ്മളുടെ നന്മ ആരംഭിക്കുന്നത്. ഏത് തെറ്റും തെറ്റ് വന്നുപോയി, അത് പറയണം. ഒരു മാന്യമായ ഒരു രീതിയാണത്. ആളുകളാരും തെറ്റ് വന്നാൽ സമ്മതിക്കൂല, അല്ലേ? ചെറിയ ഉദാഹരണം പറയാം. നിങ്ങൾ ഒരു ഗ്ലാസ് പൊട്ടിച്ചു, അല്ലെ? ഒരു പ്ലേറ്റ് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ കഴുകിക്കൊണ്ടുവരുമ്പോൾ 5-8 പ്ലേറ്റ് ഒന്നായിട്ട് വെച്ചിട്ടാണ് കൊണ്ടുവരിക. ചിലവർ ഒറ്റ ട്രിപ്പിന് ഇങ്ങോട്ട് പോന്നോട്ട് വെച്ചിട്ട് ഒന്നായിട്ട് പോരും. എടുത്തിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എല്ലാം കൂടി 10-12 പൊട്ടി. മൂപ്പർക്ക് ഇട്ട് വച്ച, മൂപ്പര് വാങ്ങി വന്നു. അപ്പം മൂപ്പര് അവിടെ നടത്താൻ പോണ വയൽ നമുക്ക് ആലോചിച്ചാലറിയാം. ആ വയൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ആ വയൽ ഇങ്ങനെ കഴിഞ്ഞ് ആ വയലിൻ്റെ ഇടയിൽ കൂടെ അയാൾ ദേഷ്യം പിടിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പം അയാളെ കൈയെട്ടിയിട്ട് ഒരു 5-6 ഗ്ലാസ് കൂടെ ഉണ്ട് പൊട്ടി. അപ്പോഴെന്താ പറയുക? ഇപ്പം എന്താ പറയുക? ഈ പൊട്ടിയ ആളിപ്പം എന്ത് പറയും? നിങ്ങളോട് ഇതുവരെ എന്താ പറഞ്ഞ്? ആര് കൊണ്ടുവച്ചു ഇവിടെ? ഇതിവിടെ ആര് കൊണ്ടുവച്ചു? ഈ ഗ്ലാസ് ഇവിടെ ഇതുവരെ ഇല്ലല്ലോ. മൂപ്പരെന്ന് പൊട്ടിയപ്പോൾ മൂപ്പര് ഗ്ലാസ് ഇവിടെ ഇല്ലല്ലോ. ഇപ്പം അതുവരെ വർത്താനൊക്കെ പോയില്ലേ. അപ്പം നിങ്ങൾക്ക് ഈ ഗ്ലാസും പ്ലേറ്റും പൊട്ടിയത് രണ്ടും കൂടി നഷ്ടല്ലേ വന്നത്? പക്ഷെ നിങ്ങൾക്ക് നഷ്ടമല്ല. നിങ്ങളെന്താ പറയുക അറിയോ? ഇപ്പം എങ്ങനെയുണ്ട്? ഇത് രണ്ടാമത്തെ നഷ്ടല്ലേ? ഗ്ലാസ് 5-6 പൊട്ടി ഞാൻ അയാൾ നയിച്ച പൈസ കൊണ്ട് വാങ്ങണ്ടേ? 5-8 പ്ലേറ്റ് പൊട്ടി അതും അയാളെ നയിച്ച പൈസ കൊണ്ട് വാങ്ങണ്ടേ? പക്ഷെ നിങ്ങൾക്ക് 2 കൂട്ടർക്കും ജയിക്കാൻ 8-10 പ്ലേറ്റും 6 ഗ്ലാസും പൊട്ടേണ്ടി വന്നു. 2 കൂട്ടരും ജയിച്ചു. ആരാ തോറ്റത്? അള്ള മാത്രം. കാരണം അള്ള തന്ന അനുഗ്രഹങ്ങൾ തട്ടി പൊട്ടിച്ചിട്ട് അതിന് ന്യായീകരണം പറയാണ്. നേരെ മറിച്ച് നിങ്ങൾ എന്തേ പറഞ്ഞിരുന്നത്? എൻ്റെ കയ്യിൽ ഞാൻ അപ്പോൾ 8 പ്ലേറ്റ് ഒന്നിച്ചെടുക്കേണ്ടിയില്ല, 4 എടുത്തിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ ഒതുങ്ങുമായിരുന്നു. ഇനി മേലിൽ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. ഈ ഒരു തെറ്റ് പടച്ചോനെ എനിക്ക് മാപ്പ് വേണ്ട, ഞാൻ ചെയ്തത് തെറ്റാണ് എന്നാണോ പറയുക? അല്ല, അതിനും ന്യായീകരണമുണ്ട്. എത്ര വട്ടാണ് അങ്ങോട്ട് കൂടി നടക്കുക? ഒരൊറ്റ ട്രിപ്പിന് കൊണ്ട് പോകാൻ ഒറ്റ അർത്ഥം കൊണ്ട് കഴിഞ്ഞു. അത് നിങ്ങളൊന്ന് നടന്നു നോക്കണം. പിന്നെ അയാൾ ഈ നടന്നുണ്ടാക്കിയതായി ഈ പ്ലേറ്റ് മുഴുവൻ. എന്നിട്ട് അയാളോട് പറയണമെന്ന് നിങ്ങളൊന്ന് നടന്നു നോക്കണം, അല്ലേ? സ്വാഭാവികമാണ്. അപ്പം നമുക്ക് കഴിവുകൾ ഉണ്ടാവുമ്പോൾ എന്തനുഗ്രഹമാട്ടെ മിസ്യൂസ് ചെയ്താണ് എല്ലാവരും, അല്ലേ? എന്നാൽ നമുക്ക് മിസ്യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ നോക്കാം. ഖുർആനിൽ അല്ലാഹു പറയുന്നു ഒരു ചരിത്രം കൂടി. വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാൻ ഇൽമാ. വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമൻ. ദാവൂദ് നബിക്കും സുലൈമാൻ നബിക്കും അള്ളാഹു അറിവ് കൊടുത്തു. അള്ളാഹ് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? അറിവാണ്. അറിവോളം വലിയൊരു സംഭവം വേറെ ദുനിയാവില്ല. അത് അള്ളാഹു കൊടുത്തു. ഏത് അറിവാണെന്ന് നിങ്ങൾക്കറിയാം. ഭൗതികമായിട്ടുള്ള അറിവല്ല. പരലോകത്തിൽ ഇവിടുത്തെ അറിവുണ്ടായാലും അറിവില്ലെങ്കിലും ജീവിക്കും. ഇല്ലാത്തതിൻ്റെ പേരിൽ ജീവിക്കാൻ കഴിയാണ്ട് പോവുകയാണെങ്കിൽ ഇപ്പം എന്തുണ്ടാവും? എത്രയോ പോത്ത് ചത്തുണ്ടാവും. അറിവില്ല, അല്ലേ? അറിവില്ലാത്തതിൻ്റെ പേരിൽ ആരെങ്കിലും ചത്തുവെങ്കിൽ പോത്തുകളൊക്കെ ചത്തുപോകും, അല്ലേ? ചത്തുപോകും. പക്ഷെ അറിവല്ല. ഏതറിവാണ് പോത്തിനില്ലാത്തത്? സുലൈമാൻ നബിക്കും ദാവൂദ് നബിക്കും അള്ളാഹു കൊടുത്തിരിക്കുന്നത് ഈൻ്റെ അറിവുണ്ടല്ലോ, ധാർമ്മികമായ അറിവ്, ധാർമ്മിക ബോധം. അത് വല്ലാത്തൊരു ബോധമാണ്. അതിൻ്റെ വില അറിയണമെങ്കിൽ നിങ്ങൾ ഓരോരോ ട്രാപ്പ് പെടുമ്പോഴാണ് നിങ്ങൾക്ക് ആ വില അറിയൽ. നിങ്ങൾ ഓരോരോ വലയിൽ പോയി പെടും. അപ്പോഴാണ് പഠിച്ചോനെ ദീനം ഒഴിവാക്കിയതിനുള്ള തന്നെ എനിക്കറിയാഞ്ഞത് ധാർമ്മികമായിട്ട് ഇങ്ങനെയാണ് വേണ്ടിയത്. എന്നാലും എന്താണെന്ന് അറിഞ്ഞുകൂടെ ഞാൻ അങ്ങനെ ചെയ്തു പോയി. അതിൻ്റെ ഫലമാണ്. അതിൻ്റെ ഫലമല്ല, അതിൻ്റെ ചല അപ്പം വന്നത് കേട്ടോ. അതിൻ്റെ ചലം വന്നപ്പോൾ ചലം വരുമ്പോഴേ എന്തുണ്ടാവുള്ളൂ? ഫലം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതുവരെ ആരും പറഞ്ഞാലും കേൾക്കൂല, അല്ലേ? ഇപ്പോൾ ഒരു 18 വയസ്സായ പെൺകുട്ടിനോട് എന്തിനാ അങ്ങോട്ട് കൊണ്ട് എന്താ പോയാൽ അയാൾ എന്നെ മുണുങ്ങോ? ചോദ്യം, അല്ലേ? അനക്കെന്തിനാ മൊബൈല്? ആരെ വിളിക്കാനാ? ഇവിടെ ലാൻഡ് ഫോണില്ലേ, അത് ഉപയോഗിച്ചാൽ പോരെ? നിങ്ങൾക്കെന്തിനാ മനോട്? നിങ്ങൾക്കെന്തിനാ ഫോണ്? നിങ്ങൾക്ക് ബാപ്പനെ വിളിക്കാൻ ലാൻഡ് ഫോണില്ലേ? ബാപ്പക്ക് കണ്ടു വിളിക്കാനില്ലേ? പിന്നെ നിങ്ങൾ നമുക്ക് 2 കൂട്ടർക്ക് എന്തിനാണോ ഫോണ് അതിന് നമുക്ക് ഉപയോഗിക്കുക. പഞ്ചായത്താക്കി ഉമ്മൻ്റെ ലാൻഡ് ഫോൺ ഉപയോഗിച്ച് ഉമ്മൻ്റെ പണിയെടുത്തോളി, ഞാൻ എൻ്റെ ലാൻഡ് ഫോൺ ഉപയോഗിച്ച് ഞാൻ ഉപയോഗിച്ചു. അപകടത്തിലും പ്രയാസത്തിലും പോയി പെടുമ്പോഴാണ് അല്ലാ കുടുങ്ങിയല്ലോ, അല്ലേ? അപ്പോഴല്ലേ സാധാരണ ആളുകൾക്ക് വീണ്ടും വിചാരം വരാറുള്ളൂ, അല്ലേ? അല്ലാത്തപ്പോഴൊക്കെ എന്താ തോന്നുക? ഇതൊരു നല്ല പണിയാന്ന് തോന്നും, അല്ലേ? ആ പണിൻ്റെ ഇടങ്ങറ് മനസ്സിലാകുക എപ്പോഴാണ്? ട്രാപ്പിൽ പോയി പെടുമ്പോഴാണ് കേട്ടോ. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അറിവ് നൽകി.
അറിവ് നൽകിയ ആൾക്കാർ ഇവിടെ ഇപ്പം അറിവ് നൽകിയവരൊക്കെ അഹങ്കാരികളാണ്. ഒരു ശാസ്ത്രജ്ഞനെ കണ്ട നിങ്ങൾ വളരെ വിനയാനനായി ജീവിക്കണം ഇല്ല. എന്തെങ്കിലും ഒരു അറിവ് ഒരാൾക്കുണ്ടോ ആരായാലും ഓൾക്കായാലും ഓൻക്കായാലും ഭയങ്കര അഹങ്കാരം വരും. അറിവ് മനുഷ്യനെ വല്ലാണ്ട അന്തസ്സിൻ്റെ പരിപാടിയാണുള്ളത്. ഇപ്പോൾ ഒരു ഡോക്ടർ അല്ലേ, അയാൾ അറിവുണ്ട്, ധാർമ്മികമായ അറിവല്ല, ഭൗതികമായ അറിവുള്ള ആൾ എന്തെങ്കിലും ഒരു ജോലി കിട്ടി, ഒരു കോർപ്പറേഷൻ ഓഫീസിൽ ജോലി കിട്ടിയാൽ മതി, അറിവിൻ്റെ പേരിൽ കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ ചെരുപ്പൊക്കെ തേയുന്നത് വരെ നമ്മൾ നടത്തും. കാരണം അവൻ്റെ അഹങ്കാരം കൊണ്ടാണ് അല്ലേ. നിങ്ങളൊരു കടലാസ് കിട്ടിയല്ലോ അല്ല, ഇവിടെ ഇതെവിടെ കൊടുക്കേണ്ടത്, അത് അപ്പുറത്തെ മേശമേലതാ ആളില്ലാത്തൊരു കസേര, അത് വരുമ്പോൾ കൊടുത്തേക്കേണ്ടി. അവിടെ ആൾ വരുമ്പോൾ നടത്തുകയാണ് നമ്മളെ അല്ലേ. ഒരു ടാക്സ് അടക്കാൻ ചെന്നാൽ, കാരണം കസേരയിലിരിക്കണ ഇൽമുള്ളവനാ, ഓനക്ക് ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നുണ്ട്, ഓൻ്റെ അഹങ്കാരം കണ്ടെങ്കിൽ കണ്ടാ. അപ്പം അറിവുള്ളവൻ ഡോക്ടറോ അതും അങ്ങനെ തന്നെ, എഞ്ചിനീയറോ അതും അങ്ങനെ തന്നെ. എല്ലാ ആളുകളും അവരവരുടേതായ ലോകത്ത് അറിവിൻ്റെ പേരിൽ അന്തസ്സും അഹങ്കാരവും വെച്ച് പുലർത്തുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളെയല്ല നമുക്ക് വേണ്ടത്. അപ്പം നമ്മളവിടെ കാണുന്നത് സുലൈമാൻ നബിക്കും ദാവൂദ് നബിക്കും, ദാവൂദ് നബിൻ്റെ മോനാണ് ആര്? സുലൈമാൻ നബി കേട്ടോ. അതറിഞ്ഞോളുണ്ട്. ചിലവർക്ക് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിഞ്ഞൂടാ. ഓർക്ക് രണ്ടു കൂട്ടർക്കും അള്ളാഹു എന്ത് കൊടുത്തു എന്നാ പറഞ്ഞ് അറിവ്. അപ്പോഴോ രണ്ടാളും എന്താ പറഞ്ഞത്? വഖാല, ആ അനുഗ്രഹം കിട്ടിയപ്പോൾ, ആ കഴിവ് അല്ലാഹു കൊടുത്തപ്പോൾ അവർ പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. മഹാഭൂരിപക്ഷം വരുന്ന മുഅ്മിനുകളെക്കാൾ ധാരാളം ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിയ, ഞങ്ങൾ ആ നിലക്ക് ആദരിച്ച പടച്ചവനെ നിനക്കാണ് സ്തുതി. അറിവ് കിട്ടിയപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുക. നമ്മളോ എന്തേലും ഒന്ന് പാസ്സായി കുട്ടി തന്നെ നമ്മളെ ധിക്കാരം തുടങ്ങി. അൽഹംദുലില്ലാഹില്ലദീ നമ്മൾ പറയാം, നമ്മളപ്പം തന്നെ നമ്മളുടേതായ പണി തുടങ്ങും. ഏത് ചേട്ടന്മാരാ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹത്തിൽ ദുർവൃത്തികൾ സപ്ലൈ ചെയ്യുന്ന രണ്ട് വിഭാഗം ആളുകൾ ജൂതന്മാരും ക്രിസ്ത്യാനികളാണ്. അത് റസൂലുള്ള പറഞ്ഞതാണ്. ലതത്തബിഅന്ന സുനനമങ്കാന ഖബ്ലക്കും ശിബ്റൻ ബിശിബ്രിൻ വദിറാൻ ബിദിറാ. എൻ്റെ സമൂഹം ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റും. അങ്ങനെയാണ് ഓല നശിച്ചു പോവുക. കാരണം ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു, ഓലയിലപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു ഒരു കേക്ക് വെയിറ്റ് വന്ന്, അപ്പം നമ്മളോ കേക്ക് വെയിറ്റ് വന്നു അല്ലേ. നമ്മളതിൽ എന്താ ഉള്ളത്? ഹക്കീക്ക് അറുക്കാനാ പറഞ്ഞത്. അതിനോലുണ്ടോ? ഇല്ല. ഹക്കീക്ക് അറുത്തിട്ട് മൂന്നിലൊരു ഭാഗം നിങ്ങൾ എടുത്തോ, ബാക്കി ആർക്ക് കൊടുക്കണം? പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അങ്ങനല്ലേ? നമ്മളെന്ത് ചെയ്യും? ഒരു പാവപ്പെട്ടവർക്ക് ഒരു ഭാഗം, ബാക്കി മൂന്നും കൂടി നമ്മൾ കുടുംബക്കാരിൽ കൂടി എടുത്തിട്ട് ഹക്കീക്ക് അറുത്താം. ഹക്കീക്ക് അറുത്ത് ഇനി നമുക്ക് ബർത്ത്ഡേ കേക്ക് ഉണ്ട് ഇന്ന് രാത്രി, അതും തരണ്ട കേട്ടാ. ഇനി സ്കൂൾ പോകുമ്പോൾ കുട്ടിക്ക് ഒരു പെട്ടി മിഠായി കേട്ടാ. കാരണം ജൂണ്ടീസ് ലൂയിസ് ഫാഷൂസ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ മിഠായി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഇബ്രാഹിം മിഠായി കൊണ്ടുപോകണം. അപ്പോൾ ഇബ്രാഹിക്കും കൊടുത്തൊരു പെട്ടി മിഠായി ഉണ്ടാ. കുട്ടി ജനിച്ചാൽ, കുട്ടി പാസ്സായാൽ അല്ലേ, ഭാര്യ പ്രസവിച്ചാൽ ഒക്കെ ഈ പെണ്ണ് കാണാൻ പോകുമ്പോൾ മുട്ടായിപ്പെട്ടി കൊടുക്കുന്ന സംസ്കാരം ആരുണ്ടാക്കിയതാ? റസൂൽ ഉണ്ടാക്കിയതാ? അല്ല. അത് വാങ്ങി നക്കുന്ന സംസ്കാരം ഒക്കെ വലുത് തന്നെ കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ പറയുക? കണ്ടോസാരം, കണ്ടാൽ ഓസാരം. കണ്ട് ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമുക്കൊരു അനുഗ്രഹം തന്നു എന്നല്ലേ എൻ്റെ അർത്ഥം അല്ലേ? അതിന് അള്ളാഹനല്ലേ സ്തുതിക്കേണ്ടത്? പകരം കണ്ടോസാരം അല്ലേ. എന്നിട്ട് ചിലർ വള, വാച്ച്, ചെയിന് അതൊക്കെ കെട്ടും. എന്നിട്ട് അതിലടക്ക് പോലും നമ്മൾ തെറ്റും. കാരണം ഇത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വർത്താനം പറഞ്ഞു തുടങ്ങും. ഞാൻ ബീച്ചിലുണ്ടാവും മറ്റന്നാൾ, നീ ബീച്ചിൻ്റെ ആ സൈഡ്, ഞാൻ ഈ സൈഡ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആൺകിളി അക്കരെ പെൺകിളി ഇക്കരെ, അങ്ങനെ നിന്നാൽ ശരിയാവുമോ? ഉണ്ടാക്കും കൂടി ഒരു കര. ചുരുക്കത്തിൽ കുറച്ച് കഴിഞ്ഞപ്പം വേണ്ട. അപ്പോൾ ആദ്യം കൊടുത്ത സാധനമൊക്കെ എന്തായി? ഉളുപ്പില്ലാത്ത വർക്കുകളായി. ഇതൊക്കെ സംസ്കാരശൂന്യമായ മുസ്ലിങ്ങളിലേക്ക് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് കടന്നുകൂടിയതാണ് കേട്ടോ. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നത്, എൻ്റെ വിഷയം അതല്ല. പക്ഷെ എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിയാൽ ഉടനടി നന്ദികേട് കാണിക്കുക എന്നുള്ളതാണ് നമ്മളുടെ സ്വഭാവം. ഇവിടെ അറിവ് കിട്ടിയ സുലൈമാൻ നബിയും ദാവൂദ് നബിക്കും അറിവ് കിട്ടി, ടൈ കെട്ടിയതല്ല. അറിവ് കിട്ടിയ ഉടനെ തന്നെ ടൈ കെട്ടി, ഷർട്ട് ഇൻസൈഡ് ചെയ്ത് ബെൽറ്റും കെട്ടി. നമുക്കൊരു ലേശം അറിവ് കിട്ടിയാൽ ഉടനെ നമ്മൾ ഫയലൊക്കെ എടുത്ത് പിന്നെ അല്ലേ, അങ്ങനല്ലേ നിങ്ങളെ മോന് ഡോക്ടറായി, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? മുഖക്കോലൊക്കെ മാറും അല്ലേ. ആ ഡോക്ടർ വീട്
ഊരൊടിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോഴോ ഡോക്ടറിൻ്റെ എന്താ കൈ പറയുക, ഊരൊടിയാണ്ടക്കോ ഡോക്ടർ ഊരൊടിയില്ലേ ശരിയല്ല മൂന്നോ വിഷയം മനസ്സിലായി. അപ്പോഴാണ് നമ്മളെന്താവുന്നത്, ചിന്തിക്കുന്നത്, പടച്ചോനെ എന്ത് ഡോക്ടറായിട്ട് എന്താ ഊര അള്ളാൻ്റെ അല്ലേ, അത് ഊര ഒൻ്റെ അല്ലല്ലോ അല്ലേ, അത് ഒടിഞ്ഞു, നല്ല രസമുണ്ടാവും അല്ലേ. അപ്പോഴാണ് അപകടങ്ങൾ വരുമ്പോൾ മാത്രമേ മനുഷ്യൻ ഉണ്ടാക്കാറുള്ളൂ. മനുഷ്യൻ ലേശം വിനയം അത് വിനയമല്ല, അത് വെട്ട് കുടുങ്ങിയിട്ടുള്ളതിൻ്റെ പ്രയാസം കൊണ്ടിങ്ങനെ വിനയം അഭിനയിക്കുകയാണ് അല്ലേ. അപ്പം നോക്കാം, ഇവിടെ നമ്മൾ കണ്ടത് അങ്ങനെയല്ല. പടച്ച തമ്പുരാനോട് അഹങ്കരിക്കാത്ത വിധം വളരെ വിനയാന്വിതരായിക്കൊണ്ടെന്ന് പറഞ്ഞു. കാല അൽഹംദുലില്ലാ, രണ്ടുപേരും അറിവ് കിട്ടിയപ്പോൾ അതാണ് പറഞ്ഞത്. എന്താ കാരണം? അറിവ് എന്ന് പറഞ്ഞാൽ ഓമൻ യൂത്തിൽ ഹിക്മത്ത ഫഖദ് ഊത്തിയ ഖൈറൻ കസീറ, വലിയ അനുഗ്രഹം പടച്ചോൻ കൊടുക്കുക. ഈ അറിവ് എന്ന് പറഞ്ഞ സാധനം അതാണ്. റസൂൽ പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, പരലോകത്ത് ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ യുഫഖിഹു ഫിദ്ദീൻ, മതരംഗത്തുള്ള അറിവ് അള്ളാഹു വർദ്ധിപ്പിക്കും. പരലോകം കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ധാർമ്മികമായ അറിവ് കൂടും ആളുകൾക്ക് കേട്ടോ. അത് പരലോകം കൊടുക്കുന്നവരുടെ അടയാളമാണ്. അത് ആ അറിവാണ് കിട്ടിയത് കേട്ടോ. എന്നാലോ എന്നിട്ട് അള്ളാഹ് തുടരുകയാണ്, വവരിസ സുലൈമാനു ദാവൂദ്, സുലൈമാൻ നബിക്ക് ദാവൂദ് നബിക്ക് അനന്തരമായി മോനായി നൽകി, മകനായി നൽകി ഒരു നബിനെയും കൂടി, ഒരു ബാപ്പ നബി, ബാപ്പക്കൊരു മോനെയും കൂടി അള്ളാഹ് അനന്തരമായിട്ട് കൊടുത്തു കേട്ടോ. അത് വലിയൊരു അനുഗ്രഹമല്ലേ. പടച്ചോൻ്റെ പ്രവാചകന് ഒരു മകനെയും കൂടി അള്ളാഹു എന്താക്കാണ്, അതും അള്ളാഹു കഴിവ് കൊടുത്തു. എന്നിട്ടോ വഖാല, എന്നിട്ട് അദ്ദേഹം പറയാണ്, യാ അയ്യുഹന്നാസ്, സുലൈമാൻ നബി പറയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉല്ലിംനാ മൻതിഖത്തൈർ, ഞങ്ങൾക്ക് പക്ഷികളുടെ ഭാഷ, പക്ഷികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷ ഞങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്താർക്കില്ലാത്ത അറിവ്. ഒരു കിളി അവിടെ ഇരുന്ന് ഒരു കലബല ശബ്ദം പുറപ്പെടുവിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്തിനാന്ന് ഇല്ല. നമ്മൾ ചില ജീവികൾ ശബ്ദിച്ചാൽ നമ്മൾ പറയും എന്ത്, ഇല്ലാത്ത ഊഹം പറയും അല്ലേ. നിങ്ങളെന്തേ ഭർത്താവ് പറയുമ്പോൾ ഒരു പല്ലി കണ്ടാ പല്ലി വരെ കൊക്കി, ഞാൻ പറഞ്ഞത് ശരിയാണ്. അത് വിവരം കുറഞ്ഞ ആളുകൾ പറഞ്ഞ വർത്താനാണ്. ചിലപ്പോൾ കാക്ക എന്ന് വിളിക്കും. അപ്പം നിങ്ങൾ പറയും വിരുന്നുകാരോ വരാണ്ട് എന്ന് തോന്നുന്നു, അതിൻ്റെ ഭാഷ അറിഞ്ഞിട്ട് പറഞ്ഞതല്ല ആണോ. ഒരു ഊഹം വെച്ച് കാച്ചെന്താ, കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, ആ നിലക്കൊരു ഊഹം വെച്ച് കാച്ചിയതാണ്. അപ്പോൾ കാക്ക നിലവിളിച്ചാൽ നിങ്ങൾ പറയാറുണ്ട്, പക്ഷേ ഈ ലോകത്ത് കാണുന്ന മുഴുവൻ ജീവികളും സംസാരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ വിളിക്കുന്ന നക് നക് എന്ന് പറഞ്ഞാൽ അപ്പം മനസ്സിലായി കുട്ടിക്ക് വിളിച്ചതാണ്, ഭക്ഷണം കഴിക്കാനാണ് അല്ലേ. പിന്നെ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ കോഴി ടക് ടക് എന്ന് വേറെ വെച്ച, അപ്പോൾ കോഴിക്ക് മനസ്സിലായി പരുന്തോടെ വന്നിരിക്കുന്നു, ഉടനെ അകത്തേക്ക് വന്നു, ചിറകൊക്കെ വിരിച്ച് അതിൻ്റെ അകത്താക്കി അല്ലേ. പിന്നെ അങ്ങനെ രാത്രി കൂട്ടിലേക്ക് പോകാൻ പോകുമ്പോൾ നക് 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 എന്ന് പിന്നാലെ ബാക്കിൽ അങ്ങനെ പോകും അല്ലേ. ഏതെങ്കിലും ഒന്ന് ബാക്കിലൊന്ന് ബയ്യിലായി പോയാൽ ആ കുട്ടീൻ്റെ ശബ്ദം മാറും, ആ കോഴിക്കുട്ടിൻ്റെ ഒന്ന് ബാക്കിലായി പോയാൽ മതി. അപ്പോൾ അതൊരു അതിന് സങ്കടകരമായൊരു നിലവിളി എന്ന് വിളിക്കും. അപ്പോൾ തള്ള വീണ്ടും ഇങ്ങോട്ട് വരും അല്ലേ. എങ്ങനെ മനസ്സിലായി എൻ്റെ ഒരു കുട്ടി ബാക്കിലയക്കുന്നു? ഇവിടെയുള്ള പെണ്ണുങ്ങൾക്ക് പോലില്ല, അയച്ചിട്ടായിട്ട് പോവുക, പോയത് പോയി വന്നത് വന്നുള്ളവർക്ക്. കോഴിക്കുള്ള വികാരം കൂടി നമ്മളെ ഇപ്പോഴത്തെ സ്ത്രീകൾക്കില്ല കേട്ടോ. അപ്പോൾ നമ്മളെ വിഷയം അതല്ലല്ലോ. മൻതിഖത്തൈർ എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ ഭാഷ ആർക്കറിയാമായിരുന്നു, ഒരു വലിയ കഴിവല്ലേ ആണ്. അപ്പോൾ അറിവുകൾ എല്ലാം കൊടുത്തു, പക്ഷികളുടെ ഭാഷ കൊടുത്തു, ഒരു മകന് പ്രവാചകനായ മകന് അനന്തരം കൊടുത്തു. എന്താ പറയാണ്, ഊതീനാ മിൻ കുല്ലി ഷൈഇൻ, ഞങ്ങൾക്കത് കൂടാത്ത എല്ലാ അനുഗ്രഹങ്ങളും, ഞങ്ങൾക്ക് രാജത്വം തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ട്, ഞങ്ങൾക്ക് പ്രവാചകത്വം നൽകിയിട്ടുണ്ട്, ഞങ്ങൾക്കൊരുപാട് വേറെയും കഴിവുകൾ നൽകിയിട്ടുണ്ട്. ഖുർആൻ തന്നെ പറയട്ടെ, ഞാൻ ധരിപ്പിക്കാതെ പറയുകയാണ്. അപ്പം വഊതീനാ മിൻ കുല്ലി ഷൈഇൻ, ഇതൊക്കെ കിട്ടിയപ്പോൾ പറയുകയാണ്, ഈ അറിവൊക്കെ കിട്ടി, പക്ഷികളുടെ ഭാഷ തിരിഞ്ഞു. അപ്പം പറയുന്നു, ഇന്ന ഹാദാ ലഹുവൽ ഫളുൽ മുബീൻ, ഇത് പടച്ച തമ്പുരാൻ്റെ വ്യക്തമായ അനുഗ്രഹമാണ്. നമ്മളാണെങ്കിൽ എന്താ പറയുക, എനിക്ക് എല്ലാ ജീവികളുടെയും പക്ഷിശാസ്ത്രം അറിയാം, എന്ത് വേണേ ചോദിച്ചോളൂ അല്ലേ, എന്താ പറയുക അല്ലേ. ഒരു ലേശം ഒരു ടെലസ്കോപ്പ് വെച്ചിട്ട് ബൽക്കി വിട് എന്നറിയില്ലേ ഡോക്ടർമാർ, അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക അറിയില്ലേ. ചിലപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക പറഞ്ഞാൽ നിങ്ങൾ ആയിക്കോട്ടെ മുന്തിയ പരിശോധനയാണെന്ന്, നിങ്ങളെ വായ മണത്തിട്ട് പറഞ്ഞതാണ് അന്ന് അങ്ങോട്ട് തിരിഞ്ഞിട്ട് വലിച്ചോ. അപ്പോൾ നിങ്ങൾ പറയുക എന്താ അറിയോ, നല്ലോണം പരിശോധിച്ചു
അല്ലേ? ഒരു ലേശൊരറിവ് കൂടിയ ആൾക്കാർക്ക് നിങ്ങൾ നോക്കേണ്ടി മറ്റേ മെഡിക്കൽ കോളേജ്, മിംസ് പോലുള്ള അവിടെയൊക്കെ നിൽക്കുന്നുണ്ടാവും. ഒരു കോട്ട് അതിൻ്റെ മുകളിലിട്ട് ലേശൊരറിവ് കൂടിയ അപ്പതിൻ്റെ മുകളിൽ കോട്ടിട്ട് ആ കോട്ടിൻ്റെ മുകളിൽ ഇട്ടോട്ടെ. ഞാൻ ഇട്ടതിന് അല്ല ഞാൻ പറയുന്നത് അവരുടെ അടയാളം. ഡോക്ടർമാരാണ്, അതിനുള്ളതൊക്കെ വേണം, ഒക്കെ ശരിയാണ്. അവിടുത്തെ എല്ലാ ഇപ്പോൾ ഒരു നഴ്സറി സ്കൂളിൽ വരെ ഓൾഡ് ഉണ്ട്, പിന്നെന്താ ഡോക്ടർ കിട്ടൂടെ? കുട്ടികളെ ചന്തി വെക്കണ ആയ വരെ കോട്ടിട്ടിട്ട് നടക്കുന്നത്, പിന്നെ എന്താ ഡോക്ടർ കിട്ടൂടെ? അപ്പോൾ അത് ഇടുന്നതിന് അത് ആ ജോലിൻ്റേതായതാന്ന് നോക്കുക. പക്ഷെ അതിലൂടെ നമുക്കൊരു അഹങ്കാരം വരുന്നുണ്ട് അല്ലേ? ആ കഴിവ് കൂടുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പേഷ്യൻസിനോടൊക്കെ ഒരു സംസാരിക്കുന്നുണ്ട് ഡോക്ടർമാർ. പേഷ്യൻസ് പറയും, ഡോക്ടർ എനിക്കിങ്ങനെ ഇടതു ഭാഗത്തും വലതു ഭാഗത്തും വേനുണ്ട്. ഊഹു ഊഹു ഓഹോ ഓഹോ. അത് പറയുമ്പോൾ ഓൻകൊണ്ട് വേറെ കേട്ടോ. ഓഹോ എന്ന് പറഞ്ഞാൽ പോർക്കൊരു വേറെ. അപ്പോൾ ഓഹോ ഇത് ഇവിടെ വേറായിട്ട് ചോദിച്ചതാ. ഓഹോ കേട്ടോ. അപ്പോൾ ഒരു നേരെ മറിച്ചോടെ പെണ്ണുങ്ങൾ സാധനം വാങ്ങാൻ പറയുമ്പോൾ ഓഹോ ഓഹോ അറിയോ ഡോക്ടർ? ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ ഡോക്ടർ അഭിനയിക്കുകയാണ്, ഡോക്ടറായിട്ട് അഭിനയിച്ചോട്ടെ. പക്ഷേ അതിൻ്റെ പേരിൽ അഹങ്കരിക്കരുത്. അഹങ്കരിച്ചാൽ തരാറെന്നറിയോ? എന്തിൻ്റെ മുകളിൽ നിങ്ങൾ അഹങ്കരിച്ചാലും നിങ്ങൾ സ്വർഗത്തിൽ ഉണ്ടാവില്ല. അവിടെ എഴുതി വെച്ചോളി. മൻ ദഖല ഫീ ഖൽബിഹി മിസ്കാല ദർറത്തിൻ മിനൽ കിബ്രി ലാ യദ്ഖുൽ ജന്ന. അഹങ്കാരം, ഞാനെന്ന ഭാവം അണു അളവുണ്ടായ സ്വർഗത്തിൽ കയറൂല. പിന്നെ അതിന് ഹജ്ജ് ഉംറയായിട്ടൊന്നും കടന്നിട്ട് വന്നിട്ട് കാര്യമില്ല. ആദ്യം ഒഴിവാക്കേണ്ട സാധനം അതാ. അതിപ്പോൾ ഇങ്ങോട്ടില്ലേ വേണ്ടോളോ ഇല്ലേ? അണു അളവുള്ളതോ ചാക്കിലോ? എത്ര ചാക്ക് കെട്ടിയാലും മതിയാകാത്തതുണ്ടാവും. പിന്നെ ചാക്ക് കെട്ടി ഇങ്ങനെ അഹങ്കാരമായിട്ട് നിൽക്കുമ്പോഴായിരിക്കും പിന്നെ ഓട്ടോറിക്ഷ കയറുമ്പോൾ ഇങ്ങോട്ട് തന്നെ വീണ്. അപ്പോൾ അഹങ്കാരമൊക്കെ പോയി. ഇതാരക്കണേ കാണുന്നവരോടൊക്കെ കാലിൻ്റെ കോല കണ്ടിയിൽ പഠിച്ചോനെ ജി വലിയോനാണ്, അസ്തഗ്ഫിറുല്ലാ, എന്തൊരു ദുആ. അതിൻ്റെ മുമ്പ് ഓട്ടോറിക്ഷക്കാരനോട് ഇങ്ങോട്ട് വാ, അങ്ങോട്ട് തിരിച്ചിട്, എന്താ എനിക്ക് ഇങ്ങോട്ട് വെച്ചാൽ എന്നൊക്കെ ചോദിച്ച ആളാണ്. അപ്പോൾ കാല് മറിഞ്ഞപ്പോൾ ഓൻ തന്നെ പിടിക്കി അല്ലേ? അനക്കിതൊക്കെ ശരിയാവുള്ളൂ. അപ്പോൾ ഒരു ചെറിയ കഴിവ് കൂടുമ്പോഴേക്കും മനുഷ്യന്മാരെന്താണ്ട് അഹങ്കാരികളാകാറുണ്ട് അല്ലേ? ചെറിയതാണ്. അപ്പം നമുക്കിവിടെ കാണുന്ന സുലൈമാൻ നബിക്കും ദാവൂദ് നബിക്കും അള്ളാഹു കൊടുത്ത കഴിവുകൾ നമുക്കൊന്നും കിട്ടിയ അറിവല്ല, നമുക്കൊന്നും കിട്ടിയ അനുഗ്രഹങ്ങളുമല്ല. രാജത്വം, ഭരണാധികാരം, സ്വാധീനം, സമ്പത്ത്, അധികാരം, വിജ്ഞാനം എല്ലാം കൂടി സമ്മേളിക്കുക ആർക്ക്? രണ്ട് പ്രവാചകന്മാർക്ക്. എന്നിട്ട് പറയുന്നുണ്ടോ ഇന്ന ഹാദാ ലഹുവൽ ഫളിലുൽ മുബീൻ. ഇത് അള്ളാഹുവിൻ്റെ വ്യക്തമായ അനുഗ്രഹമാണ്. അതാണ് ബോധം ഉണ്ടാവേണ്ടത്. കഴിവ് കൂടുമ്പോൾ എന്തുണ്ടാവണം? ഇത് ഫളിലുൽ മുബീനാണ്. ഇത് പടച്ചോൻ്റെ ഫളിലാണ്. ചിലവരൊക്കെ പുരണ്ടാക്കിയിട്ട് അവിടെ ഒരു ബോർഡ് എഴുതി വെക്കും, ഇന്ന ഹാദാ മിൻ ഫളി റബ്ബി, ഇതിൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്. വെറുതെ എഴുതി വെച്ചത്. അത് അവിടുന്ന് ഒരു അറബിയിൽ എഴുതിയ കണ്ടപ്പോൾ എന്താണെന്നും കൂടി അറിയില്ല. ഹാദാ മിൻ ഫളി റബ്ബിൻ്റെ അർത്ഥം കൂടി അറിയില്ല. ഇത് റബ്ബിൻ്റെ ഔദാര്യമാണ്. റബ്ബിൻ്റെ ഔദാര്യമാണെന്നുള്ളവർക്ക് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ജീവിതം നയിക്കുന്ന ആളാണോ ആ വീട്ടിലുള്ളത്? അല്ല കേട്ടോ. ഭയങ്കര അഹങ്കാരിയാണ്, പൊങ്ങച്ചക്കാരിയാണ് അല്ലേ? ഇങ്ങനെ കുറച്ച് ക്ലാസ് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ കുറയും, ഇപ്പോൾ ഡൗൺ ആവും. കാരണം പ്രത്യേകിച്ച് നോമ്പുമാണ്. പറഞ്ഞോളി മോലേ, ഇങ്ങനെ തന്നെ പറയണങ്ങൾ, എന്നാലും എൻ്റെത് കുറച്ചെങ്കിലും കുറയുള്ളൂ. അങ്ങനെയൊക്കെ തോന്നും. ഇതൊക്കെ അത് കഴിഞ്ഞ് പെരുന്നാളുടെ ഡ്രസ്സ് വെച്ചാൽ അന്ന് പറഞ്ഞാലോ മൗലവിമാർ അതുപോലെ എന്തൊക്കെ പറയും? അതിനനുസരിച്ചാ അതിൻ്റെ പറഞ്ഞത്. നന്നാകാത്ത യാതി നന്നാവില്ല. നേരത്തെ ആ തോട്ടക്കാരനെന്താ പറഞ്ഞത്? ഇതൊക്കെ പോയപ്പോൾ ഞങ്ങൾ ഇന്നാ കുന്നാത്താകി, ഞങ്ങൾ ധിക്കാരികളാണ്, അതിനുള്ള ശിക്ഷ കിട്ടി. അങ്ങനല്ലേ പറഞ്ഞത്? അങ്ങനെ ബോധം വരണം. കഴിവുകൾ മനുഷ്യനെ അഹങ്കാരിയും നശിപ്പിക്കുകയൊക്കെ ചെയ്യും. സംശയമൊന്നും വേണ്ട, എന്ത് കഴിവായാലും വേണ്ട കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഇനി നമുക്ക് നോക്കാം. വഹുശിറ സുലൈമാനു ജുനൂദഹു മിനൽ ജിന്നി വൽ ഇൻസി വത്തയ്ർ ഫഹും യൂസഊൻ. സുലൈമാൻ നബിക്ക് അല്ലാഹു സൈന്യങ്ങളായിട്ട് കൊടുത്തത് ജിന്നിൻ്റെ ലോകം, മനുഷ്യൻ്റെ ലോകം, പക്ഷിൻ്റെ ലോകം. എവിടൊക്കെയാണോ പക്ഷികൾ വരേണ്ടത് യുദ്ധത്തിന്, പക്ഷികൾ അവിടെ എത്തും. ജിന്ന് എവിടെയാണോ വരേണ്ടത് അവിടെ എത്തും. മനുഷ്യൻ എവിടെയാണോ വരേണ്ടത് അവിടെ എത്തും. ആ നിലക്കുള്ള കഴിവാണ് അള്ളാഹു പ്രവാചകനായ സുലൈമാൻ നബിക്ക് കൊടുത്തത്. എന്ത്? തന്നെ ആക്രമിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രമുണ്ടെങ്കിൽ ആ രാഷ്ട്രത്തിൻ്റെ നേരെ കാണാൻ കഴിയാത്ത ജിന്ന് എന്ന് പറഞ്ഞാ നമുക്ക് കാണാൻ കഴിയാത്തതെന്നാ. അത് അള്ളാഹു ആർക്കേ കൊടുക്കുള്ളൂ. ആ കഴിവൊക്കെ മനുഷ്യന്മാർക്ക് ആർക്കും കൊടുക്കൂല കേട്ടോ. ഇത് അമ്പിയാക്കന്മാർക്ക് കൊടുക്കുന്ന കേട്ടാ അള്ളാഹു കൊടുത്ത കഴിവാണ്. അപ്പോൾ ജിന്ന്, ഇൻസ്, ത്വയ്ർ ഇതൊക്കെ മിലിറ്ററിയാണ് ആരുടെ? സുലൈമാൻ നബിൻ്റെ. അങ്ങനെയൊക്കെ പട്ടാളമൊക്കെ ഉള്ള അധികാരമൊക്കെ നമുക്കുണ്ടെങ്കിലോ? ഒരു കാക്ക അവിടെ കുത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കണേ. ഒരു കാക്ക
നിങ്ങളെങ്ങാനും പറഞ്ഞിട്ട് കേൾക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, കാക്കേ ഓനെ പോയി കൊത്ത്, ഓളെ കൊത്തിയിട്ട് തലൻ്റെ ഉള്ളിലുള്ള എടുത്താൾ പറയില്ലേ അല്ലേ? ആരൊക്കെ തലങ്ങൾ ആ കാക്കനെ കൊണ്ട് കൊത്തിക്കും അല്ലേ? ഉറപ്പല്ലേ? ഇത് നിങ്ങൾ പറയാൻ എവിടെയാണോ പക്ഷികൾ ഇറങ്ങേണ്ടത്, എവിടെയാണോ സൈന്യം ആയിട്ട് ഇറങ്ങേണ്ടത്, എവിടെയാണോ അവർ ജനങ്ങളെ ആക്രമിക്കേണ്ടത്, അവിടത്തേക്ക് അദ്ദേഹം പറയുന്നത് പോലെ എന്നും മാത്രമല്ല, ഈ ആളുകളൊക്കെ സുലൈമാൻ നബി പ്രബോധനം ചെയ്യുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ വിശ്വസിച്ച ജീവികളാണ്. അതാണ് നിങ്ങൾ അറിയേണ്ടത്. തൗഹീദ് ഉൾക്കൊണ്ട ആ സുലൈമാൻ നബിയുടെ ആജ്ഞാനുവർത്തികളായി അദ്ദേഹത്തിൻ്റെ അഭീഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, അതാണ് പ്രത്യേകത. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹു അവർക്ക് സുലൈമാൻ നബിക്ക് ഇഷ്ടനുസരിച്ച് ആക്കി കൊടുക്കാൻ വിടം അള്ളാഹു ആക്കി കൊടുത്തു. അതും കഴിവ് തന്നെ. അങ്ങനെ ഒരു ദിവസം സുലൈമാൻ നബിയും തൻ്റെ മിലിറ്ററികൾ, പറഞ്ഞ മിലിറ്ററി എല്ലാം കൂടിയിട്ട് ഒരു മിലിറ്ററി പരേഡ് നടത്തുകയാണ് ഒരു സ്ഥലത്തേക്ക്. അതാ ഖുർആൻ പറയുന്നു. ഒരു പരേഡ് പോവുകയാണ്. അവർ പരേഡ് ചെയ്ത് മാർച്ച് ചെയ്ത് സുലൈമാൻ നബിയും സൈന്യങ്ങളും അങ്ങനെ അവർ ഒരു ഉറുമ്പിൻ്റെ ലോകത്തേക്ക് എത്തി. മാർച്ച് ചെയ്തിട്ട് ഉറുമ്പ് താമസിക്കുന്ന ഒരു താഴ്വരയിലേക്ക് അവിടത്തേക്ക് എത്തി. അപ്പം അവിടെ എത്തിയപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു ഉറുമ്പ് പറയാണ്, കാലത്ത് നംലത്തുൻ, ഒരു ഉറുമ്പ് പറഞ്ഞു, യാ അയ്യുഹൻ നംലു ദുഖുലൂ മസാകിനകും, അല്ലയോ ഉറുമ്പിൻ കൂട്ടങ്ങളെ, നിങ്ങളൊക്കെ നിങ്ങളെ വീട്ടിലേക്ക് പോയിക്കോളിട്ടോ. ലാ യഹ്തിമന്നക്കും സുലൈമാനു വ ജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ സൈന്യവും അറിയാണ്ട് നിങ്ങളെ ചവിട്ടിപ്പൊളിക്കി കളയും, ചവിട്ടിയിട്ട് കൊന്നു കളയും. അതുകൊണ്ട് നിങ്ങളെപ്പോൾ എല്ലാവരും എന്തായിക്കോളി, നിങ്ങളെ മാളത്തേക്ക് പോയിക്കോളി, നിങ്ങളെ താമസ സ്ഥലത്തേക്ക് പോയിക്കോളി. അറിയാണ്ടാണ്, വഹും ലാ യശ്ഉറൂൻ, അവരറിയാണ്ട് ചവിട്ടിപ്പോവും. അത് കേട്ടപ്പോൾ സുലൈമാൻ നബിക്ക് ആരാർത്താൻ അറിയാ, ഉറുമ്പ് പറഞ്ഞാൽ അറിയാലോ. ഞമ്മക്കെങ്ങാനും ഇങ്ങനെ അറിയാനുണ്ടല്ലോ, ഞമ്മക്കാകെ മൊബൈലിൽ കളിക്കാൻ അറിയാനുണ്ട്. എത്ര അഹങ്കാരത്തിൽ നിങ്ങൾ വെച്ച് ചിലവർ ഉമ്മാനോട് നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനത്തെ ഫോണൊക്കെ ഉപയോഗിക്കാനും അറിയില്ല, ഇതമർത്തി മറ്റേതമർത്തി എന്നിട്ട് മറ്റേത് ഇങ്ങോട്ടാക്കി, ഇമെയിൽ അങ്ങോട്ട് കൊടുക്കും, എസ്മെയിൽ ഇങ്ങോട്ട് വരട്ടെ, ഇസ്മായിലും വരും കൂടെ. ഇല്ലേ? ഓൻ ചിരിക്കേണ്ടില്ല, ഓന് മനസ്സിലാണ്ട് ഞാൻ പറയുന്നില്ലേ? ആ, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. SMS അങ്ങോട്ട് കൊടുത്താൽ ഇസ്മായിൽ ഇങ്ങോട്ട് വരും കേട്ടോ. അതൊന്നും ഉമ്മക്കറിയില്ല. അപ്പോൾ ചെറിയൊരിത് ഇങ്ങനെ അമർത്തി പഠിച്ചതാ. അപ്പം മൂപ്പര് അതിനപ്പം വലിയ ആലിമില്ലല്ലാമ എമ്മക്കും മോക്കെല്ലാം അറിയാം. ഓക്ക് കമ്പ്യൂട്ടർ അറിയാം, എഞ്ചിനീയറാണ്, ബിടെക്കാണ്. എന്ത് ടെക്ക്? ബിടെക്കിന് അറിയില്ല ജീവിതം എന്താണെന്ന്, അത് ടെക്കായി കുടിയും കെടുക്കുക കേട്ടോ. ഒരു വിവരമില്ല. ബിടെക് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനം ഈ ദുനിയാവിൽ അള്ള ഉണ്ടാക്കിയ ഏതോ ഒരു അംശത്തിൻ്റെ ചെറിയൊരംശം വിവരം കിട്ടിയതിനാ ബിടെക് അറിഞ്ഞത്. വേറെ ഒന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച്, നമ്മളെ ഈ ശരീരത്തിൽ നിന്ന് എത്ര ഡോക്ടർമാരുണ്ടായി ഈ ഒറ്റ ശരീരത്തിൽ നിന്ന്? MBBS ആദ്യം അല്ലേ, പിന്നെ നമുക്ക് മരുന്ന് തരണ്ടോ തീരുമാനിക്കുക MD മെഡിസിൻ വേറെ വെറ്റൻ ഇറങ്ങി അല്ലേ, പിന്നെ തൊണ്ട മൂക്ക് ചെവി മുകളിൽ, മെഡിക്കൽ കോളേജിൽ അവിടെ എഴുതി വെച്ചിരുന്നു, തൊണ്ട മൂക്ക് ചെവി മുകളിൽ നിന്ന്. എന്താ അപ്പോൾ ഒരു മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരാൾ പോയിട്ട് അയാൾ പറഞ്ഞു, ഞങ്ങളവിടെയും തൊണ്ടിയും മൂക്കും ചെവിയൊക്കെ മുകളിൽ തന്നെയാണല്ലോ, ഇവിടെ എന്താ പ്രത്യേകത? അപ്പോൾ അതെന്താ വെച്ചാൽ ചികിത്സ മുകളിൽ തട്ടിലാന്നാ ENT, അതിന് വേറെ തൊണ്ട മൂക്ക് ചെവി ENT, കണ്ണ് ഐ സ്പെഷ്യലിസ്റ്റ്, നമ്മളെ കണ്ണുമ്മൽ നോക്കിയാൽ അല്ലേ, പിന്നെ ഇയർ അല്ലേ, പല്ലോ അതിൻ്റെ ഉള്ളിൽ തന്നെ 5-8 പല്ല് പറിക്കാൻ മാത്രം ഒരാൾ, പല്ല് ഓട്ടടക്കാൻ വേറെ ആൾ, പല്ല് മറ്റേ എന്താണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് അല്ലേ, RCT KSRTC അല്ല, അതൊക്കെ ചെയ്യാൻ വേറെ ആളാണ് കേട്ടോ. അതിനൊക്കെ വേറെ വേറെ ബിരുദാ പല്ലിൻ്റെ മുകളിലേ. എന്നിട്ടോ പല്ല് വെച്ച് തരും. 10, 50,000, 60,000, 1,00,000 ഉറുപ്പ്യൊക്കെ മുടക്കിയിട്ട് പല്ല് വെച്ച് തരും. എന്ന് പൊറാട്ട തിന്നോ അന്ന് പുറത്തേക്ക് ഇറങ്ങും ചെയ്യും പല്ല്. പടച്ചോൻ തന്ന പല്ലിൻ്റെ മുകളിലുള്ള പ്രത്യേകം എന്താ പറയുക, പൊറാട്ട തിന്നാലും അനങ്ങൂല, ബബിൾക്കം തിന്നാലും അനങ്ങൂല. നിങ്ങൾ ബബിൾക്കം തിന്നു നോക്കേണ്ടി, പല്ല് വെച്ച പല്ല് തിന്ന ആൾക്കാർ ബബിൾക്കം തിന്ന അപ്പോൾ ആ വെച്ച പല്ലുമിൽ മാത്രം ബബിൾക്കം ഉണ്ടാവും, ബാക്കിയുള്ള ലൈവിലൊന്നും ഉണ്ടാവില്ല. അത് ആ പടച്ചോൻ്റെ പല്ലും വെച്ച പല്ലും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ഈ ഒരു ഡെന്റിസ്റ്റ് എന്ന് പറഞ്ഞ് നിൽക്കുന്നവൻ്റെ സ്ഥിതി എന്താ അല്ലേ? ഇപ്പം പടച്ചോൻ തല്ല് കൂടി തന്ന പടച്ചോൻക്ക് അതല്ലേ അല്ല ജബ്ബാർ, പടച്ചോൻക്ക് മാത്രമേ അതിന് അധികാരമുള്ളൂ ജബ്ബാറാകാൻ കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി.
ചെറിയ കാര്യമാണോ ഇപ്പോൾ പറഞ്ഞത്? അല്ല. ഇനി ഇതിൻ്റെ ഉള്ളിൽ അള്ളാഹ് നമുക്ക് കുറച്ച് വയറിൻ്റെ ഉള്ളിൽ അതാരാ എല്ലാത്തിനും ഓളജിയാണല്ലോ അല്ലേ? തൊലിൻ്റെ മുകളിൽ കളിച്ചാൽ ഒരു വേറെ ഓളജിയാണ്, ഈ മെറ്റോളജി അല്ലേ, ഗൈനക്കോളജി അല്ലേ, അങ്ങനെ അരാക്കീപ്പെട്ട് കളിക്കുന്നവരൊക്കെ ഗൈനക്കോളജി. അങ്ങനെ ഓരോ കളി കളിക്കുന്നവർക്ക് ഓരോരോ ബിരുദം. ഇവർക്കൊക്കെ ഭയങ്കര അഹങ്കാരമാണ് അല്ലേ? ഒരു ലേശ അറിവ് അള്ള ഉണ്ടാക്കിയ ഒരൊറ്റ സാധനത്തിനെ പറ്റി പഠിക്കാൻ 500 ആൾ വന്ന് കുടുംബം പോറ്റി ഓനൊക്കെ പരിയുണ്ടാക്കി, ഓനൊക്കെ കാറും വാങ്ങി ഇതിമേൽ. അയിമൽ മാത്രമല്ല, ഇപ്പോൾ ഒരു കൊതുപടം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ എത്ര മുതലാളിമാരുണ്ടായി, എത്ര ആൾക്ക് പണിറ്റി. ആകെ ഉണ്ടാക്കിയ അള്ള കൊതു. പക്ഷേ കൊതു സ്വന്തം ചെറുതോ പാറി പോവുക. കൊതുവിൻ്റെ മരുന്ന് വിൽക്കണ പ്ലെയിനിലാണ് പോകുന്നത്. കൊതു സ്വന്തം പാറിയിട്ട് വേണം കടിക്കാൻ അല്ലേ? ഗുഡ് നൈറ്റ് ബന്ധു, അതിന് പരസ്യം, അതിൻ്റെ പെട്ടി, അപ്പോഴേക്ക് ആനമാർക്ക് അല്ലേ, ആനമാർക്ക് എന്തെല്ലാം തിരികൾ അല്ലേ, എത്ര പൈസ, എത്ര ആളുകൾക്ക് ജോലി, ആ പെട്ടി ഉണ്ടാക്കുന്നതിനും ആ ഇതുണ്ടാക്കുന്നതിനും ഒക്കെ പടച്ചോനാകെ ഒരു കൊതുവിനെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിൻ്റെ മുകളിൽ ജീവിച്ച ആളുകൾ എത്ര? അതാണ് പടച്ചോൻ. അപ്പോൾ ശരിക്കും അറിയണം, പടച്ചോനെ പറ്റി ചിന്തിക്കണം, എപ്പോഴും പടച്ചോനെ പറ്റി ചിന്തിക്കണം. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ കഴിവ് നശിപ്പിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു വിവരം കൂടി വരുമ്പോൾ നമ്മളെ കുട്ടികളെ പരിശോധിച്ച് നോക്കേണ്ടി. SLC വരെ ചെക്ക നമ്മൾ പറഞ്ഞു കേൾക്കും അല്ലേ, മോനെ മോന് ഭക്ഷണമൊക്കെ എടുത്ത, +2ൻ്റെ ഒക്കെ ആയതിൻ്റെ ദിവസങ്ങൾ മോനെ ഭക്ഷണം എടുത്താ, ഭക്ഷണമൊന്നും വേണ്ട എന്നൊക്കെയുള്ള പേസ് എടുത്തിക്കണേ, ഇനി ഭക്ഷണം എടുക്കാൻ കഴിയില്ല എടാ. ഒരു +2 എത്തിയിട്ടുള്ളൂ ചെക്കർക്ക്, ഇനി പാത്രം പിടിക്കാൻ പറ്റില്ല, ബുക്കും പിടിക്കാൻ പറ്റില്ല, അതിനൊരു ബുക്കാണ്, അത് കീസയിൽ വെക്കും. മാസനുസരിക്കാൻ പറ്റില്ല, കാരണം +2 ആണ്. ചെറിയ കഴിവ് കൂടുമ്പോഴേക്ക് ഓൻ അഹങ്കാരിയായി നശിച്ചു കൊണ്ടിരിക്കുകയ്യ. നേരെ മറിച്ച് +2 എത്തി, MBBS കഴിഞ്ഞു, MD കഴിഞ്ഞു, എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, BTech കഴിഞ്ഞു, ഗുരുനാഥന്മാരെ കാണുമ്പോഴും പടച്ചോൻ്റെ മുമ്പിലും വിനയാന്വിതൻ, ഉമ്മാൻ്റെ മുമ്പിൽ വിനയാന്വിതൻ, മാതാപിതാക്കളുടെ മുമ്പിൽ, ജേട്ടന്മാരുടെ മുമ്പിലൊക്കെ ചെറുതാവുന്നു. അപ്പം എന്തായി? അള്ളാൻ്റെ മുമ്പിൽ ചെറുതാവുന്നു. അപ്പം എന്തായി? കഴിവുകളൊക്കെ അനുഗ്രഹമായി. അതിവിടെ ഉണ്ടോ? ഇല്ല. നിങ്ങൾ തന്നെ പറയലുണ്ട്, എന്ത് കുട്ടിയേനു ആദ്യം, എന്നിട്ട് നിങ്ങൾ കുറ്റം പറഞ്ഞാൽ ആരറിയോ? ആ സ്കൂളിൽ പോയി കേട്ടെന്നാണ്. കാരണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റൂല ഈ കുറ്റമൊന്നും. അപ്പം നിങ്ങൾ സ്കൂളിലെ മാഷു മുമ്പൊരു ചെക്ക SLC 1ാം ക്ലാസ്സിൽ 8 കൊല്ലം പഠിച്ചു, 1ാം ക്ലാസ്സിൽ. എന്നിട്ട് ഓൻ പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ജയിച്ചു, ടീച്ചറുടെ ബടിയും തോറ്റു ഓനെ പഠിപ്പിച്ചിട്ടേ. 8 കൊല്ലം 1ാം ക്ലാസ്സിൽ പഠിച്ചോ പറയുന്നത് ഞാനാണ് പറയുക. ഇന്നെ തോൽപ്പിക്കാൻ കഴിയില്ല ടീച്ചർക്കൊന്നും. ടീച്ചറുടെ ബടിയും തോറ്റു എന്നല്ല, ഞാനാ ജയിച്ചതെന്നാണ്. അതുപോലത്തെ ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ കാണുന്നത് സുലൈമാൻ നബി ചവിട്ടി പുളിക്ക് ഉറുമ്പുകളെ കൊന്നുകളയെന്ന് പറഞ്ഞപ്പോൾ ആ ഉറുമ്പിൻ്റെ വാക്ക് കേട്ടിട്ട് സുലൈമാൻ നബിക്ക് ചിരി വന്നുപോയി കേട്ടോ. എന്നിട്ടോ അപ്പം അദ്ദേഹം പറയാണ്, ഇതെല്ലാ അനുഗ്രഹങ്ങളും കിട്ടി, കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുന്ന അവസ്ഥയിൽ പറഞ്ഞു. സുലൈമാൻ നബി പറയാണ്, വഖാല റബ്ബി ഔസിനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർലാ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സാലിഹീൻ. ആ ഉറുമ്പിൻ്റെ ഭാഷ കേട്ടപ്പോൾ സുലൈമാൻ നബി പറയുന്നു, പടച്ചവനെ, നീ ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ റബ്ബി ഔസിനി, എന്നെ നീ പ്രേരിപ്പിക്കണമേ. സ്വയം ഉണ്ടാവില്ല, അള്ളാഹ് പ്രേരിപ്പിക്കണം. അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ അള്ളാഹിനോട് പറയണം, റബ്ബി ഔസിനി അൻ അഷ്കുറ, നന്ദി കാണിക്കാൻ പടച്ചവനെ നീ ഞങ്ങളെ പ്രചോദിപ്പിക്കണം. അല്ലത്തി അൻഅംത അലയ്യ, എൻ്റെ മേൽ നീ ചെയ്തു തന്ന അനുഗ്രഹത്തിന് വാലാ വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കൊക്കെ നീ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ പ്രവാചകന്മാരാണ്, അവർക്കൊക്കെ രാജ്യത്വം കൊടുത്തിട്ടുണ്ട്, സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, അറിവ് കൊടുത്തിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അതിനൊക്കെ നന്ദി കാണിക്കാൻ വഅൻ അഅമല സാലിഹൻ തർലാ, കഴിവുകൾ കൂടുമ്പോഴും പടച്ചവനെ നീ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നീ ഞങ്ങളെ പ്രേരിപ്പിക്കണേ. അതാ പ്രാർത്ഥന. ഇത് കഴിവുകൾ കൂടുമ്പോൾ അള്ളാഹിനോട് അടുക്കാൻ അള്ളാഹ് പ്രേരിപ്പിക്കാൻ നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കണം. അതാ വേണ്ടത് കേട്ടാ. പടച്ചോൻ എന്നെ അങ്ങോട്ട് ആക്കിക്കോട്ടെ എന്നാൽ ഞാൻ അങ്ങനെ ആയിക്കോളാന്നല്ല. പടച്ചോനെ നീ റബ്ബി ഔസിനി, എനിക്ക് പ്രേരണ നൽകണം, പ്രചോദിപ്പിക്കണം, എന്നെ അതിലേക്ക് നീ കൊണ്ടുവരണം. എന്നിട്ട് വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സാലിഹീൻ, നിന്റെ സുഹൃതം ചെയ്ത ദാസന്മാർക്ക് നീ കൊടുക്കുന്ന കാരുണ്യത്തിൽ പടച്ചവനെ നീ എന്നെയും ഉൾപ്പെടുത്തണേ. ഈ അനുഗ്രഹങ്ങളൊക്കെ ഉള്ള ആൾ അള്ളാഹിനോട് വിനയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് വേറൊരു അനുഗ്രഹത്തിലേക്ക് കടക്കാം. അദ്ദേഹത്തിന് തന്നെ وتفقد الطير فقال ما لي لا أرى الهدهد أم كان من الغائبين. സുലൈമാൻ നബി ഒരിക്കൽ
പക്ഷികളുടെ സൈന്യങ്ങളെ ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. എല്ലാവരും ഉണ്ടോ? ഇപ്പം നമ്മളെ പക്ഷികളൊന്നും നമുക്ക് മിലിറ്ററി അല്ലാത്തതുകൊണ്ട് പരിശോധിക്കേണ്ടതില്ല. പക്ഷെ സുലൈമാൻ നബിൻ്റെ മിലിറ്ററിയാണ് ആര്? പക്ഷികളൊക്കെ. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം പരേഡ് വെച്ചു പക്ഷികളുടെ. നിങ്ങളുണ്ടില്ലേ പരേഡ്? പരേഡ് പറഞ്ഞാൽ മനസ്സിലായോ? ആഗസ്റ്റ് 15 എന്നാൽ കണ്ടില്ലേ ബാൻഡും മുട്ടിയൊക്കെ വരുന്നു, അതാണ് ഈ പരേഡ്. നീ ചെലോലിയായിരിക്കും പരേഡോ? ഇതെല്ലാ ടൈപ്പും ഉണ്ട് ഇല്ലേ, അതുകൊണ്ടാണ് പറയുമ്പോഴേക്ക് തിരിയുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പം നോമ്പായനെ കൊണ്ട് ഒരുവിധമൊന്നും പറഞ്ഞാൽ കയറൂല. പരേഡ് ഉണ്ടല്ലേ, ഓഹോ അതാണ് കാരണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്. ഇങ്ങനെ കുറച്ച് നേരങ്ങളെ മൈൻഡിനോട്, കുറച്ച് നേരങ്ങളുടെ മനസ്സിനോട്, കുറച്ച് നേരം നിങ്ങളുടെ അവയവങ്ങളോട് അങ്ങനെ സംസാരിച്ചാൽ എന്തുണ്ടാവും? അതിനു വേണ്ടി അതിങ്ങനെ മാറ്റുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, അദ്ദേഹം പറയണത് മാലി ലാറൽ ഹുദ്ഹുദ. എന്താ? എല്ലാവരും പരേഡിൽ ഒന്നിച്ചപ്പോൾ സുലൈമാൻ നബി പറഞ്ഞു, എവിടെ പോയി ഹുദ്ഹുദ്? എവിടെ പോയി മരക്കൊത്തൻ? അദ്ദേഹത്തിൻ്റെ മിലിറ്ററിയാ, പട്ടാളക്കാരനാ ഹുദ്ഹുദ്. ഹുദ്ഹുദ് കുട്ടിയേക്ക് പേരുണ്ട് കേട്ടോ, പുതിയ പേരാച്ചിട്ടേ ഹുദ്ഹുദ്. ഇട്ടൂടും പറയാൻ പറ്റില്ല, മരക്കൊത്തൻ എന്നാ അർത്ഥം. അപ്പം അദ്ദേഹത്തിൻ്റെ മിലിറ്ററിയാ. അംകാനമിൽ ഓയ്ബി, മൂപ്പര് ഇവിടുന്ന് വിട്ടുപോയോ അതോ ഇവിടെ പോയി കാണില്ലല്ലോ? അപ്പം സുലൈമാൻ നബി അദാബൻ ശദീദ, ഞാൻ ഓനെ ഇവിടെ വരാത്തതിൻ്റെ പേരിൽ ശക്തമായി ശിക്ഷിക്കും. ഔല അദ്ബഹന്നഹു, അല്ലെങ്കിൽ ഞാൻ അവനെ അറുത്ത് കളയും. ഔല എത്തിയന്നഹു ബി സുൽത്താനി മുബീൻ, അല്ലെങ്കിൽ വ്യക്തമായ രേഖ ഇവിടെ വരാത്തതിന് തെളിവ് വെച്ച് വരണം, എന്നാലേ ഞാൻ വിടുള്ളൂ, അല്ല ഞാൻ അവനെ കൊന്നു കളയും, അറുത്ത് കളയും. ഹുദ്ഹുദിന് ഇനി രക്ഷ ഉണ്ടാവില്ല. അങ്ങനെ അത് പറഞ്ഞപ്പോൾ താമസമില്ലാതെ തന്നെ എത്തി. സമയം താമസിച്ചില്ല. അപ്പോഴേക്കും മഹത്തു ബിമാലം തുഹിത്തു ബിഹി വജിത്തുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ, സബയിൽ നിന്നൊരു വ്യക്തമായ വിവരവുമായിട്ട് ഹുദ്ഹുദ് അതാ വന്നിരിക്കുന്നു. ആ വിവരം, ആ അറിവ് സുലൈമാൻ നബിക്കില്ല. എല്ലാ അറിവും ഉണ്ട്. എന്താ? സബയിൽ നിന്നൊരു വിവരം കൊടുക്കുന്ന ആരാ? ഹുദ്ഹുദ് എന്ന പക്ഷി. പക്ഷി അങ്ങനെ പറന്നു പോകുമ്പോൾ കണ്ട ചില കാഴ്ചകൾ, ആ കാഴ്ചകൾ സുലൈമാൻ നബിയോട് അതാ വിവരിക്കാൻ പോകുന്നു. അദ്ദേഹം എന്താ ഹുദ്ഹുദ് കണ്ടത് കേട്ടോളി. ഖുർആൻ പറയാണ്, ഇന്നി വജത്തു ഇംറാതൻ തംലികുഹും, ഞാനൊരു പെണ്ണ് ഭരിക്കുന്ന നാടിലൂടെ കടന്നുപോയി. ഒരു പെണ്ണാണ് അവിടെ നാട് ഭരിക്കുന്നത്. അത് ആ നാട് ഭരിക്കുന്നത് ഒരു പെണ്ണാണ്. ഊത്തിയത്ത് മിൻകുല്ലി ഷൈഇൻ, അവൾക്കെല്ലാ അനുഗ്രഹങ്ങളുമുണ്ട്. ആ നാട് ഭരിക്കുന്ന ഒരു പെണ്ണാണ്. ആ പെണ്ണ് ഭരിക്കുന്ന നാട്ടിലൂടെ ഞാൻ പാറിപ്പോവുകയാണ്. അപ്പോഴോ വലഹ അർശുൻ അലീം, അവൾക്ക് ഭയങ്കര ഗംഭീരമായ പ്രൗഢമായ ഒരു സിംഹാസനവുമുണ്ട്. അവളാണ് ആ നാട് ഭരിക്കുന്നത്. ഒരു പെണ്ണ് നാട് ഭരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാലോ. പോരെന്നെ ഭരിക്കാൻ നിങ്ങളെ സമ്മതിച്ചാലുള്ള കോലം നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളാണ് ഭരണാധികാരിനി, പക്ഷെ നിങ്ങൾ അനുവദിക്കാത്തത് കൊണ്ട് നിങ്ങൾ ഭരിക്കില്ല. പിന്നെ ഭരിക്കേണ്ട എങ്ങനെയാണെന്ന് കൂടി പറഞ്ഞത് പറഞ്ഞുകൊണ്ട് പറയാം. പെണ്ണ് പുര ഭരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഭർത്താവ് ചെയ്യേണ്ട പണിയൊന്നും നിങ്ങൾ എടുക്കരുത് കേട്ടോ. ചിലവർ പറയാൻ എന്താ അറിയാം, ഇന്ന മൂപ്പർക്ക് ഭയങ്കര വിശ്വാസമാണ്, എല്ലാത്തിനും ഞാനാ പോവുക. എന്താണ് ഈ കേട്ടോ, എൻ്റെ ആരോഗ്യം കുട്ടികളെപ്പോറ്റും ഭക്ഷണം ഉണ്ടാക്കിയും തീരുന്നതിന് പുറമെ സൂപ്പർ മാർക്കറ്റിലേക്ക് നടന്നും കൂടി തീരും, അത്രേ ഉള്ളൂ. മൂപ്പർക്ക് ഒരു പണിയില്ല, പൈസ എൻ്റെ അടുത്ത് കൊണ്ടുപോയി തരാം, പാവാണ്, അയാളാകെ വളവരാ, അയാളൊന്നിനും പണിയെടുക്കാനാവില്ല, ഒക്കെ ഇജ്ജ് തന്നെ ചെയ്തോ, ഒക്കെ ഇജ്ജ് തന്നെ ചെയ്തോ, മനസ്സിലേ? അയാളെ കൂടെ പോകുമ്പോഴല്ല നിങ്ങൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ അങ്ങനെ തരാറുണ്ട്. ഒറ്റയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ എടുക്കണ്ട, വേണ്ട, ഒന്നും വേണ്ട, എല്ലാത്തിനും കൂടി പൈസ ചെയ്യില്ല അല്ലേ? അയാളാണെങ്കിലോ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിലോ നിങ്ങൾ പോവുകയാണെങ്കിൽ അത് എടുത്തോളി, ഇത് എടുത്തോളി, എല്ലാം എടുത്തോളി, ഇനിയിപ്പോൾ അങ്ങോട്ട് വരാനും ആവില്ല, ഇനി പിന്നെ എല്ലാം നിങ്ങൾ കൊണ്ടുവരേണ്ടി വരേ എന്ന് പറഞ്ഞ ആളെ പേടിപ്പിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാം. നിങ്ങൾ ഒറ്റയ്ക്ക് വാങ്ങുമ്പോഴോ എല്ലാം വാങ്ങാൻ കഴിയില്ല, അയ്യോ ഇല്ല, കാരണം നിങ്ങളെടുത്താണ് അധികാരം. അങ്ങനത്തെ അധികാരം ഒന്നും ഏറ്റു വാങ്ങരുതേ, പറഞ്ഞു എന്നുള്ളൂ. ഇവിടെ ഒരു പെണ്ണാണ് ഭരിക്കുന്നത്. അപ്പോൾ പെണ്ണിന് ഭരിക്കുന്നതിന് വിരോധമൊന്നുമില്ല, വീട് ഭരിക്കുന്നൊന്നുമില്ല. കാരണം അൽ മർഅത്തു റായിയത്തുൻ അലാ ബൈത്തി സൗജിഹ, ഭർത്താവിൻ്റെ വീട്ടിലെ രാജ്ഞിയാണ് ആര്? ഭരണ സ്വാതന്ത്ര്യമുള്ള ആളാണ് പെണ്ണ്. പക്ഷേ വീടിൻ്റെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളൂ, ഭരണേ കൊടുത്തിട്ടുള്ളൂ. നാട്ടിലുള്ള സകല സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും അത് പറഞ്ഞപ്പോഴാണ് അങ്ങനെ തെണ്ടി നടക്കുന്ന നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ റസൂൽ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. മാളുകളിലും ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ തെണ്ടി നടക്കുന്ന ആളുകൾ നശിച്ചു പോകാണ്ടക്കാൻ ഒരു പ്രാർത്ഥന കേട്ടോളി. കണ്ട സൂപ്പർ മാർക്കറ്റിലും മാളിലൊക്കെ തെണ്ടണല്ലേ 24 മണിക്കൂറും അല്ലേ?
എല്ലാ സൂപ്പർ മാർക്കറ്റുകളും മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഒക്കെ വളരെ മോശമായ വിഹാര കേന്ദ്രങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിരോധം ഉണ്ടാവുമോ? ഉണ്ടാവില്ലോ, കാണണമല്ലേ. എല്ലാ ഇൻഫർമേഷനും പലതും ആണും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങളും വഴിവിട്ട യാത്രകളും ഒക്കെ ഉണ്ടാകാറുള്ള ഇത്തരം ഒരുപാട് സ്ഥലങ്ങളിൽ തന്നെയാണ് കേട്ടോ, അല്ലേ? അതുകൊണ്ട് റസൂൽ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ആ പ്രാർത്ഥന എന്താ അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് കടക്കുമ്പോൾ ഒരു വിശ്വാസിനി പറയാം അങ്ങനെ, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല. ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്, അവനാണ് എല്ലാ പരമാധികാരവും, അവനാണ് സ്തുതിയും. യുഹീ വ യുമീത്തു, അവൻ ജീവിപ്പിക്കും അവൻ മരിപ്പിക്കും. അവൻ ജീവിപ്പിക്കും മരിപ്പിക്കും, മാളിലൊന്നും കുത്തിരിക്കാൻ പറ്റില്ല, അവൻ മരിപ്പിക്കും. വഹുവ ഹയ്യുൻ ലാ യമൂത്ത്, അവനെന്നും ജീവിക്കുന്നവനാണ്, മരിക്കൂല. ബിയദിഹിൽ ഖൈർ, അവനിൽ നിന്നും മാത്രമാണ് ഗുണം, ഹൈപ്പർ മാർക്കറ്റിനല്ല. ചിലവർ വരല അവിടുന്ന് വാങ്ങിയതിനേക്കാൾ ഗുണം ഇവിടെ നിട്ടുന്നല്ലേ, അല്ല. ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഇത് പ്രാർത്ഥിച്ചിട്ടാണ് മാളിലേക്കാളും സൂപ്പർ മാർക്കറ്റിലേക്കാളും അങ്ങാടിയിലേക്കാളും സാധനം പർച്ചേസ് ചെയ്യാനായാലും. ഇപ്പം ഡ്രസ്സൊക്കെ വാങ്ങാൻ പോലെ അപ്പോഴൊക്കെ പ്രാർത്ഥിക്കുക. എന്നാൽ ഈ പ്രാർത്ഥിച്ചാലുള്ള ഗുണം കേട്ട് നിങ്ങൾ റസൂൽ പറയാം, കതബല്ലാഹു അൽഫ ഹസന, ഈ പ്രാർത്ഥന നടത്തുന്ന ആളുകൾക്ക് 1,00,000 നന്മ നമ്മളെ പേരിൽ എഴുതും. ഈ ഒരൊറ്റ പ്രാർത്ഥനക്ക് 1,00,000 അൽഫ ഹസന. വ മഹല്ലാഹു അൽഫ സയ്യ, 1,00,000 തിന്മ അള്ളാഹു ഈ പ്രാർത്ഥന നടത്തിയ മായ്ച്ചു കളി. മഹല്ല അള്ളാഹു മായ്ച്ചു കളി. വ റുഫിയല്ലാഹ് അൽഫ ദറജ, പരലോകത്ത് അള്ളാഹു 1,00,000 പദവി ഉയർത്തും ചെയ്യും. പോരെ, പരലോകത്ത് 1,00,000 പദവി, 1,00,000 തിന്മ മായ്ക്കൽ, 1,00,000 നന്മ എഴുതൽ. പ്രാർത്ഥന ഒറ്റൊന്ന് അല്ലേ? ശരി. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീ ഭരിക്കുന്ന സ്ഥലം, അവിടെ എന്താ സ്ഥിതി? ഉദൂദ് കണ്ടത്, വജത്തുഹാ വ ഖൗമഹാ യസ്ജുദൂന ലിശംസി മിൻ ദൂനില്ലാഹ്, ആ ഭരണാധികാരിണിയായ ആ പെണ്ണ് അവളുടെ ജനതയും അള്ളാഹുവിനെ അല്ല ആരാധിക്കുന്നത്, സൂര്യനെയാണ് ആരാധിക്കുന്നതായിട്ട് കണ്ടത്. അറിവുണ്ട് ആ ജീവികൾക്ക്, അവർക്ക് ജീവികൾക്ക് അറിവുണ്ട്. ആ ആളുകളൊക്കെ ആരാധിക്കുന്നത് എന്ന് മാത്രമല്ല, വസയ്യന ലഹും ശൈത്താനു അഅ്മാലഹും, അവരുടെ ഈ പ്രവർത്തനങ്ങൾ പിശാച് അവർക്ക് വളരെ അനുഗ്രഹമായി അലങ്കൃതമായി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ അലങ്കാരമായി ചെയ്യാണ്. ശംസിനെ ആരാധിക്കുന്നതിന് പലതരം സംഗതികളുണ്ട്, അവർക്ക് നേർച്ചകളും വഴിപാടുകളുമുണ്ട്. നിങ്ങൾ കണ്ടില്ലേ പൂരങ്ങൾ, തൃശ്ശൂർ പൂരം കേട്ടില്ലേ? എന്തുകൊണ്ടാണ് വെടിക്കെട്ട് കോടിക്കണക്കിന് ഉറുപ്പ്യൻ്റെ പൈസ മുടക്കണം? എന്തുകൊണ്ടാ? എന്തനുഗ്രഹമാണ് അതുകൊണ്ടുള്ളത്? എത്ര ആളുകളാണ് ആന കുത്തി ചത്തത്? എന്നിട്ട് വല്ല തീരുമാനം ഉണ്ടായോ? ആരെങ്കിലും നന്നായോ? ഇതെല്ലാം എല്ലാ ദിവസവും ഇല്ലേ? ഉണ്ട്. കാടുകൾ നടക്കേണ്ട ആൻ്റെ പുറത്ത് കയറിയിട്ട് വെഞ്ചാമരം പിടിപ്പിച്ചിട്ട് അതിനെ നശിപ്പിക്കുക, എന്നാലും പോകുന്ന ആളുകൾ ഇല്ലേ? അതാണ് സയ്യന ലഹും ശൈത്താനു അഅ്മാലഹും. പ്രവർത്തനങ്ങളൊക്കെ ചെകുത്താൻ എന്തായി കൊടുക്കും? അങ്ങനെ തന്നെ വേണ്ടേ? പിന്നെ പൂരാവുമ്പോൾ ആന വേണ്ടേ? ആനയാവുമ്പോൾ വെടിക്കെട്ട് വേണ്ടേ? വെടിക്കെട്ടുണ്ടാവുമ്പോൾ പെണ്ണുങ്ങൾ വേണ്ടേ? എല്ലാത്തിനും അലങ്കാരമായി കൊടുക്കും. അതാണ് സയ്യന ലഹും അഅ്മാലഹും. എന്നിട്ടോ ഫസദ്ദഹും അനിസ് സബീൽ ഫഹും ലാ യഹ്തദൂൻ, സന്മാർഗം പ്രാപിക്കാൻ കഴിയാത്ത വിധം അവർ അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. ഇതറിയിക്കാനാണ് ഞാനിവിടെ ഇല്ലാതെ പോയത്. അതുകൊണ്ട് അവർ ആ വിവരം അറിയിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഫലസ്തീനിലേക്ക് യമനിലുള്ള സഭയിൽ നിന്ന് അദ്ദേഹം പറയുന്നു, ഞാനൊന്ന് പരിശോധിക്കട്ടെ, നീ പറഞ്ഞത് ശരിയാണോ കളവാണോ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ. ആദ്യം ഒരു കാര്യം ചെയ്യ്, അദ്ഹബി കിതാബി ഹാദാ ഫഅൽഖിഹി ഇലൈഹിം, ഞാനൊരു കത്ത് നിനക്ക് തരാം, ആ കത്ത് നീ അവൾക്ക് ആ രാജ്ഞിക്ക് കൊണ്ടുപോയി കൊടുക്കുക. സുമ്മ തവല്ല അൻഹും, കൊടുത്തു കഴിഞ്ഞാൽ മാറി നിൽക്കണം, അവിടെ നിൽക്കരുത്, മുന്നിൽ മുഖാമുഖം നിൽക്കരുത്, ഒന്ന് മാറി നിൽക്കണം. സംസ്കാരം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ഫൻളുർ മാദാ യർജൂൻ, എന്ത് മറുപടിയാണ് അദ്ദേഹം തരിക എന്നും പരിശോധിക്കാം. കത്തവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. കത്തേറ്റിയെന്ന് കാലത്ത് യാ അയ്യുഹൽ മലഉ ഇന്നി ഉൽഖിയ ഇലയ്യ കിതാബുൻ കരീം, ആ ഭരണാധികാരിക്ക് കത്ത് കിട്ടി. ആ കത്ത് തൻ്റെ പ്രാണിമാരായ സദസ്സിൽ ദർബാറിൽ അവൾ വായിച്ചു കേൾപ്പിച്ചു. പറഞ്ഞു, ഇന്നി അൽഖാ ഇലയ്യ കിതാബുൻ കരീം, എനിക്ക് വളരെ മാന്യമായ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. ഇന്നഹു മിൻ സുലൈമാൻ, ഈ കത്ത് സുലൈമാൻ നിന്നാണ്. വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ കത്ത് ആരംഭിച്ചിരിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ സൂറയിലാണ് ബിസ്മി നടുക്കുള്ളത്. ഇതേതാ സൂറ എന്ന് മനസ്സിലായ? നംല്, സൂറത്ത് അന്നംല്. അതാണ് ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എടാ
അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്താ തുടങ്ങിയത് എന്ന് മാത്രമല്ല കത്തിലെ പ്രധാന വിഷയം അല്ലാ തഅലു അലയ്യ വഅ്തൂനി മുസ്ലിമീൻ, അഹങ്കാരമില്ലാതെ മുസ്ലിമായി മടങ്ങണം എന്നാണ് കത്തിലെ വാക്ക്. സൂര്യൻ ആരാധിക്കുന്നത് നിർത്തി പടച്ചതമ്പുരാൻ ആരാധിക്കുന്ന എല്ലാം അള്ളാഹിൽ സമർപ്പിക്കുന്ന മുസ്ലിമായി വരണം എന്നാണ് കത്തിലെ സംക്ഷിപ്ത വിശദീകരണം. അതുകൊണ്ട് കാലത്ത് അവൾ പറഞ്ഞു, യാ അയ്യുഹൽ മലഉ ഇഫ്തൂനി ഫീ അംരി മാ കുൻതു ഖാത്തിയത്തൻ അംറൻ ഹത്താ തശ്ഹദൂൻ. ഞാൻ എന്ത് ചെയ്യണം, ഇതിനെന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. നിങ്ങൾ പറഞ്ഞു തരാതെ ഞാൻ അതിനൊരു തീരുമാനം എടുക്കൂല, നിങ്ങൾ പറഞ്ഞു തരണം എന്ന് രാജ്ഞി പറഞ്ഞു. ആരോട്? മന്ത്രിമാരും ആ സെനറ്റ് അംഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവരോടൊക്കെ. അപ്പോഴോ അവർ പറഞ്ഞു, കാലു നഹ്നു ഉലൂ ഖുവ്വ വ ഉലൂ ബഅ്സിൻ ശദീദ്, ഞങ്ങൾ ശക്തിയൊക്കെ ധാരാളമുള്ള ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഒരുപാട് യുദ്ധതന്ത്രങ്ങളും അറിയാം, എന്നാലും വല്ലംറു ഇലൈക്, കാര്യം തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഫൻദുരി മാദാ തഅ്മുറൂൻ, നിങ്ങൾ എന്ത് കൽപ്പിക്കുന്നുവോ അത് ഞങ്ങൾ ചെയ്തോളാം, അല്ലാതെ ഞങ്ങൾക്ക് കഴിവും ശക്തിയൊക്കെ ഉണ്ട്, എന്നാലും നിങ്ങളല്ലേ രാജ്ഞി, നിങ്ങൾ പറയണം. കാലത്ത് അപ്പോൾ അവർ പറഞ്ഞു, ഇന്നൽ മുലൂക ഇദാ ദഖലൂ ഖറിയത്തൻ അഫ്സദൂഹാ, ഒരു രാജ്യത്തെ രാജാവ് മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കളഞ്ഞാൽ ആ രാജ്യത്തിലെ ഗ്രാമം മുഴുവനും നശിപ്പിക്കൂലേ? ഇപ്പോൾ ഒരു രാജ്യം ഇന്ത്യ ആക്രമിച്ചാൽ അങ്ങുണ്ടാവും, പോട്ടെ തമിഴ്നാടിൻ്റെ വെള്ളപ്രശ്നം നടക്കുക അപ്പം അല്ലേ, അതിൻ്റെ പേരിലൊരു അക്രമം അവിടെ ഉണ്ടാകുന്നുണ്ടാവും. ഉണ്ടായത് എന്തുണ്ടെന്ന് നിങ്ങൾക്കറിയാം, ഒരുപാട് മലയാളികളെ പീടിയ തച്ചോടച്ച് നമ്മൾ കണ്ടതാണ് അല്ലേ, ആണല്ലേ? ഒരു സംസ്കാരം അങ്ങനെയുണ്ട്. ഒരു രാജ്യത്തേക്ക് വേറൊരു രാജാവും ഭരണകൂടും അവരുടെ മിലിറ്ററിയൊക്കെ കടന്നാൽ ആ കറിയത്ത് നശിപ്പിച്ചാളും, ആ രാജ്യം എന്താക്കും? നശിപ്പിച്ചു കളയും. അങ്ങനെയുള്ള സംഭവം. അതുകൊണ്ട് വജഅലു അഇസ്സത അഹ്ലിഹാ അതില്ല, ആ നാട്ടിലുള്ള എല്ലാ ഇസ്സത്തുള്ള ആളുകളെയും അതില്ലത്താക്കി കളയും, നിന്യന്മാരാക്കി കളയും അല്ലേ, പിച്ചി ചീന്തും അല്ലേ. ഒരു ഭരണകൂടം അങ്ങോട്ട് വന്നാൽ അങ്ങുണ്ടാവും, ഇപ്പോൾ ഒരു മിലിറ്ററി കടന്നുകൂടി അങ്ങുണ്ടാവും. നമ്മൾ കാണുന്നല്ലേ, ഇപ്പോൾ പോലും വണ്ടിയിൽ പോലും യാത്ര ചെയ്യാൻ കഴിയില്ല ജവാന്മാരെ കൊണ്ട്. പീഡനം വണ്ടിയിൽ വെറുതെ പോയാൽ മതി, പീഡനം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞോട്ടെ, ഞാൻ ന്യൂസ് കണ്ടതാണ്. അനങ്ങിയാ പീഡനാണ്. പക്ഷേ കാരണക്കാർ ഈ MRPF മറ്റൊരൊന്നല്ല കേട്ടോ, പെണ്ണുങ്ങൾ തന്നെ. ബിടെക്കിനൊക്കെ പഠിക്കുന്ന പെണ്ണുങ്ങൾ ബനിയനും ഷെഡിയൊക്കെ ഉണ്ടാവും, അതല്ല ജീൻസും ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് ഇങ്ങനെ നിൽക്കും, ട്രെയിനിൽ തിരിഞ്ഞ് കളിക്കും. ഇത് ഇവരൊക്കെ തന്നെ വെച്ചറിയാം, അവിടെ പഠിച്ചവരോടൊക്കെ അറിയാം. എല്ലാത്തിൻ്റെ കാരണക്കാരൊരു തന്നെ പെണ്ണാണ് കാരണം. ആണൊരിക്കലും ആദ്യമായിട്ട് ഇറങ്ങൂല, ഉറപ്പാണ്. പെണ്ണാണ്ട് ഇറങ്ങും ആദ്യം, വെറുതെ ഒന്ന് ബായ്ഡ സീഡ ബൈഡ, അത് മൈദായി പിന്നെ അങ്ങനെ ഒരുപാട് എണ്ണുണ്ട്. അപ്പം കാണുന്നൊരു പോയി അതായിരിക്കും സിയുടെയും ബായിഡിയാണ് അല്ലേ, അതൊരു കാരണമല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, രാജ്യത്തുള്ള പെണ്ണുങ്ങളെ ശത്രു പെണ്ണ് തന്നെ കേട്ടോ. എല്ലാം നിങ്ങൾ മംഗലാപുരത്തേക്ക് പോകണ ട്രെയിനിലൊന്ന് കയറി നോക്ക്, ബാംഗ്ലൂർക്ക് പോകണ ട്രെയിനിലൊന്ന് കയറി നോക്ക്, നിങ്ങൾ കാണാം. അത് നിങ്ങൾ കണ്ടു വിചാരിച്ച പോലും മാറ്റുമോ? ഇല്ല, ഓൽക്കതൊരു വിഷയമല്ല കേട്ടോ. അപ്പം ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യൻ്റെ വൈകാരികതയെ തട്ടി ഉണർത്തും ഇതാണ് സ്ത്രീകളുടെ സംസാരം, വസ്ത്രധാരണ രീതി ഒക്കെ. അതൊക്കെ കാരണം തന്നെയാണ്. നിങ്ങൾക്കറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ശപിച്ച മനുഷ്യനാണ്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റജുലു യൽബസു ലിബ്സത്തൽ മർഅത്ത്, ഒരു സ്ത്രീയുടെ വസ്ത്രം അണിയുന്ന പുരുഷൻ അള്ളാഹുവിൻ്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. വൽ മർഅത്തു തൽബസു ലിബ്സത്തർ റജുൽ, ഒരു പുരുഷൻ്റെ വസ്ത്രം അണിയുന്ന സ്ത്രീ അവളും ശപിക്കപ്പെട്ടവളാണ്. അപ്പോൾ ജീൻസും ബനിയനും ഒക്കെ ഇട്ട് നടക്കുന്നത് അള്ളാഹിൻ്റെ ശാപം കിട്ടിയ ആൾക്കാരാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് അത് വലിയ എന്തോ അനുഗ്രഹമാണ്, അത് അള്ളാഹിൻ്റെ റസൂൽ ശപിച്ച വർഗ്ഗമാണ്. അപ്പം നമ്മളെന്താ പറയുക അറിയാം, 10 വയസ്സല്ല ആയിട്ടുള്ളൂ നോക്ക്, 10 വയസ്സ് മതിയല്ലോ, എന്തിനാ നഞ്ഞി നാനായി അല്ലേ. അതിപ്പോൾ നിങ്ങളോടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയും, അങ്ങനൊന്നും പറയാൻ പറ്റൂല മൗലവി, എൻ്റോടുണ്ടോ ഒന്ന്, നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ. കാരണം എന്താ, ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ശപിച്ച വർഗ്ഗാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ട് പോലും മാറ്റാൻ തയ്യാറില്ല ഉണ്ടോ. സ്വന്തം വീട്ടിൽ തന്നെ ഇതുപോലുള്ള ഒരുപാട് എണ്ണുണ്ട്. അപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല, ആർക്കൊന്നും പറയാൻ കഴിയില്ല. ആരെങ്ങനെ വളർത്തും ആരെങ്ങനെ വളരും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആരുടെ കാര്യത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല ഉണ്ടോ. നിങ്ങളെ മക്കളങ്ങനത്തെ ഒരു പരിധി വരെ ഉള്ളൂ എന്ത് സ്വാതന്ത്ര്യം, അത് കഴിഞ്ഞാൽ ഓരോ ഇഷ്ടത്തിന് നടക്കൂലേ, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇല്ല. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞാൽ അനുസരിക്കണ്ടേ, അതാണ് വിഷയം. മിമ്പാപ്പിയും പറഞ്ഞല്ലത്, ഇത് റസൂല പറഞ്ഞതാ, ശപിച്ച വർഗ്ഗമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, പെൺവേഷം കെട്ടുന്ന ആണുങ്ങളപ്പം എല്ലാ ആണുങ്ങളെ കാതിലും കാണാപ്പം കമ്മലൊക്കെ, കമ്മൽ ഒക്കെ ഇട്ടാണ്, കൈമൽ വള അല്ലേ,
പെൺവേഷം തന്നെയല്ലേ? പിന്നെ മൻ ലബിസ സൗബ ശുഹറത്തിൻ ഫി ദുനിയ, ദുനിയാവിൽ നിങ്ങൾ കീർത്തിക്ക് വേണ്ടിയുള്ള വസ്ത്രമാണ് ഞാൻ ഉണ്ടല്ലോ, ആളെ കാണിക്കാനുള്ള വസ്ത്രം, നിങ്ങളെ കല്യാണത്തിനൊക്കെ ഇടുന്ന പട്ടുസാരിയൊക്കെ ഇല്ലേ, അതൊക്കെ ശുഹറത്തിൻ്റെ വസ്ത്രമാണ്. അതൊക്കെ ചെയ്താൽ അൽബസഹുല്ല യൗമൽ മദില്ലത്തിൻ യൗമൽ ഖിയാമ, നിന്ദ്യതയുടെ വസ്ത്രം അല്ലാഹു പരലോകത്ത് നണിയിക്കും. അറിഞ്ഞോളി, ഇതൊന്നും നിങ്ങളമ്മയും ബാപ്പിയും പറഞ്ഞതല്ല കേട്ടോ. പുതുമണവാട്ടിയല്ലേ, ഓക്ക് നല്ല വസ്ത്രം, കാണാൻ അഴകുള്ള അന്തസ്സുള്ള വസ്ത്രം ഒക്കെ വാങ്ങിക്കൊട്ടോ, വിരവല്ല. പക്ഷേ ഒരൊറ്റ ദിവസത്തേക്ക്, ഒരു നേരത്തേക്കാണ് ഞാൻ 25,000 ഉറുപ്പ്യൊക്കെ മുടക്കിയിട്ട് കീർത്തിയുടെ വസ്ത്രം, അതാണല്ലോ അതിൻ്റെ പേര് അല്ലേ. എന്താ പറഞ്ഞത് റസൂലുള്ള? സൗബ ശുഹറത്ത്, ശുഹറത്തിൻ്റെ വസ്ത്രം അല്ലേ. കീർത്തി, നമ്മൾ കല്യാണം എന്താ പട്ട്, പട്ട് വസ്ത്രം 50,000 ഉറുപ്പ്യ വില ഉണ്ടാവും, കണ്ടാൽ തന്നെ അറിയാൻ. അത് അതിന് തന്നെയാണ് വാങ്ങിയത്. പിന്നെ എടുക്കുമോ? ഇല്ലല്ലോ, ഇല്ല. ഇപ്പം എല്ലാവരുടെ പുരയിലും ഇല്ലത് ഉണ്ട് അല്ലേ. ഈ ഒരൊറ്റ വസ്ത്രം കാരണത്താൽ നിന്ദ്യതയുടെ വസ്ത്രം അല്ലാഹു നരകത്ത് നണിയിക്കും. പോരെ? കഴിവുണ്ടായപ്പോൾ നശിക്കുകയാണോ ചെയ്തത്, നന്നാകുകയാണോ ചെയ്തത്, നിങ്ങളൊന്ന് പരിശോധിച്ചാളി. മുക്കാലില്ലാ സമയത്ത് നമ്മളിതൊക്കെ ചെയ്തിനോ? അന്നും ഇവിടെ പെണ്ണിറങ്ങിയില്ലേ നമ്മളമ്മയൊക്കെ? നിങ്ങളമ്മനോട് ചോദിച്ചു നോക്കി, പട്ടിൻ്റെ സാരി എടുത്തിട്ട് തന്നെ ഇറങ്ങിയെന്ന് ചോദിച്ചു നോക്കേണ്ടി ഉമ്മനോട്. ഉമ്മ ചിലപ്പോൾ സാരി എടുത്തിട്ടുണ്ടാവും, നമ്മളന്മാരൊക്കെ കാച്ചി എടുത്തോലായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ അജാതി ഈ തോന്യാസക്കളിയൊന്നൊക്കെ കുറവായിരുന്നു അന്ന്. ദീനില്ലേ അല്ലേ? ദീന് കുറവാണെങ്കിലും തോന്യാസം കളി കുറവേ അന്ന്. ഇപ്പം ഭയങ്കരല്ലേ. കഴിവുണ്ടായാൽ അഹങ്കരിക്കും എന്നുള്ള വിഷയം നമ്മൾ തിരഞ്ഞെടുത്ത് തന്നെ അതുകൊണ്ടാണ്. അതിനപ്പോൾ ഒരു പ്രവാചകൻ്റെ ഒരു കഥ അങ്ങോട്ട് പറഞ്ഞു തരുന്നത്. സുലൈമാൻ നബിക്ക് ഈ കഴിവൊക്കെ ഉണ്ട്, മിലിറ്ററിയാണ് ഇപ്പോൾ വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും ചരിത്രത്തിലേക്ക് തന്നെ പോകാം. അപ്പം അദ്ദേഹം പറയുന്നത്, അവർ പറയാണ്, ആ രാജ്ഞി പറയാണ്, അങ്ങനെയാണ് ഒരു രാജ്യം ഉണ്ടാകുക. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, അവർ പറയാണ് രാജ്ഞി, ഞാൻ ഒരു ഹദിയ, ഒരു സമ്മാനം തരാം, അത് നീ ഒന്ന് ആ സുലൈമാൻ നബിക്ക് കൊണ്ടേ കൊടുക്ക്, എങ്ങനെ പ്രതികരിക്കുന്നു നോക്കാലോ. ഫനാലിറത്തുൻ ബിമയർജുൽ മുർസലൂൻ, എങ്ങനെയാണ് അത് കൊണ്ടു കൊടുക്കുന്ന ആളോട് പ്രതികരണം ഉണ്ടാകാൻ നോക്കാം. ഫലമ്മാ ജാഅ സുലൈമാൻ ഖാലാ തുമിദ്ദൂനനി ബിമാലിൻ, സമ്പത്ത് നൽകി സമ്മാനം നൽകിയിട്ട് സുലൈമാനെ രക്ഷപ്പെടുത്താമെന്നത് വിചാരിച്ചോ? അത് കിട്ടിയപ്പോൾ സുലൈമാൻ നബിയുടെ ചോദ്യം, നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളിപ്പോൾ ഒരു ആളെ പറ്റി കുറ്റം പറഞ്ഞു കൊടുക്കുന്നു വിചാരിച്ചോളൂ, ഒരാളെ കുറ്റം പറഞ്ഞു കൊടുക്കുക. ആ കുറ്റം പറഞ്ഞ ആൾ നിങ്ങൾക്ക് നോമ്പ് വറക്കാൻ ഒരു ബിരിയാണി കൊടുത്തയച്ചാൽ മതി. ഇത് ഓള് ഞാനാ പറഞ്ഞായിരുന്നല്ല കേട്ടോ, ഞാനാ പറഞ്ഞായിരുന്നല്ല, ഓള് വളരെ നല്ല എന്താണ്, ഓളമ്മയൊക്കെ ബിരിയാണി ഇങ്ങനെ കൊടുത്തയക്കും. ഇനിയിപ്പോൾ കണ്ടില്ല, മോളും അങ്ങനെ നല്ല കുട്ടിയാണ് ഓള്. ഒറ്റ ബിരിയാണി അയച്ചിട്ടുള്ളൂ. നമ്മളെ അഭിപ്രായം എപ്പം മാറും അല്ലേ? അതാണ് ഇവിടെ ഈ കോൾ കൊടുത്തയക്കുന്നതിൻ്റെ മെയിൻ പ്രശ്നം. എല്ലാ ഇത് തീർന്നു കിട്ടും, വിഷമൊക്കെ തീരും ഈ കോൾ കൊടുത്തയക്കണോട്ട്. ഏത് കോള്? റുക്കൂലിക്കണ കോയി, ഈത്തിദാലിക്കണ കോയി, സുജൂദിലിക്കണ കോയി അല്ലേ, ഇടയിലെടുത്തി കുത്തിരിക്കണ കോയി തന്നെ മുട്ടടാത്ത കോയിൻ്റെ ഉള്ളിലൊക്കെ മുട്ട, പൊരിച്ച കോയിൻ്റെ ഉള്ളിൽ മുട്ട. എങ്ങനെ കയറി നമുക്കറിയില്ല, കഴിവുണ്ടായപ്പോൾ കയറിയതാ. കോയിക്ക് കഴിവുണ്ടായിട്ടില്ല, നിങ്ങൾക്ക് പൈസ ഉണ്ടായപ്പോൾ കേട്ടോ. മുമ്പൊക്കെ നമുക്കൊരു കോഴി പൊരിച്ച് തന്നെ കിട്ടിയാലല്ലേ ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാൽ മുമ്പത്തെ സ്ഥിതി എന്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ ടൗസറൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ബാപ്പൻ്റെ ടൗസറൊക്കെ കൊടുക്കും കല്യാണത്തിനുണ്ടായ, എന്നിട്ട് ഒരു ബെൽറ്റൊന്നും ഉണ്ടാവില്ല, പകരം അതിൻ്റെ ഉള്ളിൽ കയറോണ്ടാണ് കെട്ടുക, തിരുമ്പണ അയൽ പൊട്ടിച്ചിട്ട് കെട്ടിക്കാളും. കാരണം ഒരു നേരത്തെ ഉച്ചൻ്റെ ഊണാണ്ട് കഴിഞ്ഞിട്ടല്ലോ വെച്ചിട്ട്. അങ്ങനത്തെ നമ്മളെ സ്ഥിതി ഇന്നെന്താ? പടച്ചോനോട് എത്ര പറഞ്ഞാലും തീരാത്ത വിധം അപകടത്തിലാട്ടോ. നേരെ ആകാൻ ഒരുപാട് പ്രയാസമുണ്ട്. നോക്കാം. അപ്പം എന്തു പറഞ്ഞു? അങ്ങനെ തന്നാരെ കഴിച്ചിലാകാന്ന് വിചാരിച്ചോ? ബൽ അൻതും ബി ഹദിയത്തിഹിം തഫ്രഹുൻ, നിങ്ങൾ കൊടുത്തയച്ച സമ്മാനത്തിൽ പുളകം കൊണ്ട് കുത്തിരിക്കുകയല്ലേ സുലൈമാൻ നബിയെ പിടിക്കാൻ വിചാരിച്ചിട്ട്. ഇത് പടച്ചോൻ്റെ തൗഹീനത്തിൽ ശംസിനെ, സൂര്യനെ ആരാധിക്കുന്ന ജനതയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ ഹദിയ കൊടുത്തയച്ചതാ കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ? അതും തൊന്ന് ഇവിടെയുള്ള കഴിവുള്ള ആൾക്കാർ നമ്മൾ പ്ലാൻ പാസ്സാക്കണില്ല, അത് ചെയ്യുന്നില്ല, അങ്ങനെ പല ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊരു 1000 ഉറുപ്പ്യ കവറിലാക്കിയാണ്ട് കൊടുത്ത് വെച്ച് നോക്കി ഉടനെ, ഓ അത് ശരി, അവിടെ വഴീൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ, എല്ലാ പ്രശ്നവും തീർന്നു ഈ 1000 ഉറുപ്പ്യോട് വിട്ട്. മറ്റേ വഴി പ്രശ്നമാണ്, അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, അവിടെ ബാത്റൂമിന് ബെൽപ്പില്ല, അവിടെ മഴക്കിഴിയില്ല, മഴക്കുഴിയില്ല, സ്റ്റെപ്പിന് ഉയരം കുറവാണ്, സ്റ്റെപ്പിൻ്റെ എണ്ണം കുറവാണ്,
അതിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ 18 വേണം. ഇതിൽ പ്ലാനിൽ 16 അതും തരില്ല. 1000 ഉറുപ്പ്യ കിട്ടിയാലോ 16 18 18 16 മഴക്കുഴി തനിയെ വന്നു, അക്കൂസിന് വലിപ്പം കൂടി. പ്ലാനോ അടുത്ത ആഴ്ച വന്നോളൂ, കയ്യോടെ കൊണ്ടേക്കാം, 1000 ഉറുപ്പ്യ വേണ്ടുള്ളൂ. അങ്ങനെ കഴിച്ചിട്ടാക്കാൻ അയച്ച സുലൈമാൻ നബിനെ. സുലൈമാൻ നബി അതാ ചോദിച്ചത് കേട്ടാ. ഇർജിഇലൈഹിം ഫലനഅതിയന്നഹും ബിജുനൂദിൻ ലാ ഖിബല ലഹും ബിഹാ വലനഖ്രിജന്നഹും മിൻഹാ അദില്ലത്തൻ വഹും സാഗിറൂൻ. ഒരു കാര്യം പറഞ്ഞാൾ എന്താ പറഞ്ഞത്? അവിടെ പോയിട്ട് പറയും സുലൈമാന്റെ പട്ടാളപ്പ വരും, അതിൻ്റെ